ഇസ്രയേൽ മരിപ്പാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ ജോസഫിനെ വിളിച്ച് അവനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയും കീഴിൽ വെക്കുക. എന്നോട് ദയയും വിശ്വസ്തയും കാണിച്ചുവെന്ന് എന്നെ ഇസ്രയേലിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ ഇസ്രയേലിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാനഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്നവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രയേൽ കട്ടിലിൻ്റെ തലക്കൽ നമസ്കരിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട തിരുമേനിയുടെയും അച്ഛന്മാരുടെയും സുവിശേഷകരുടെ ഒക്കെ ആശീർവാദങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, നമ്മൾ കണ്ടെത്തുന്നൊരു ഉത്തരവാദിത്വം, അക്യൂർഡ്. ഇതിന് ഭംഗി കൊടുക്കുന്നത് ഓരോരുത്തരിങ്ങനെ അവരവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചില കണ്ടെത്തലുകൾ സംഭവിക്കുമ്പോഴാണ്. ഇതിനകത്തായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ഭാഗം, ഇങ്ങനെ മനുഷ്യർക്ക് നദിയാകാൻ പറ്റും. എന്തൊരു വാക്കാ അത്! വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. എന്തുമാത്രം ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഈർപ്പം വരുന്നുണ്ട്. രണ്ട്, നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന കിട്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. ഒന്ന് അക്യൂർഡ്, രണ്ട് ഗിവൺനെസ്. ആ രണ്ട് മാനങ്ങളെ ഒന്ന് സൂചിപ്പിച്ചിട്ട് വൈകുന്നേരം നമുക്കൊരു ജനറലായ ഒരു മെഡിറ്റേഷൻ ആണെന്ന് മാത്രമാണ് കരുതുന്നത്. തീമിൽ നിന്ന് മാറാതെ, എന്നാലും തീമിൽ കേന്ദ്രീകരിക്കാതെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉത്തരവാദിത്വം. ചരിത്രത്തിലെ ഒരു വലിയ മനുഷ്യൻ്റെ മരണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മരിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എന്നെ നിങ്ങളിവിടെ അടക്കരുത്. അടക്കരുത് എന്നൊക്കെ പറയുന്നതിന് വല്ലാത്തൊരു സെൻസ് ഉണ്ട്. അടക്കുക എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ അബാൻഡൻ ചെയ്യാനുള്ളതാണ്. ഓരോ കടന്നു പോകുന്ന മനുഷ്യനും ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ എന്നെ അടക്കരുത്. രണ്ടാമതായിട്ട് വളരെ കൃത്യമായിട്ട് വേറൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിന്റെ ചേട്ടന്മാർ ഇതിനോട് കുറേ ബുദ്ധിമുട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അവരോട് പക കൊണ്ട് നടക്കരുത്. രണ്ടും പാലിച്ച പ്രവാസിയായ മകന്റെ പേരാണ് എന്ത്? ജോസഫ്. ഡയസ്പോറ എന്നൊക്കെ ഒരു വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രവാസോ, കൃത്യമായ പ്രവാസോ. ഈ പ്രവാസത്തിൻ്റെ ഒരിടത്തിലിരുന്നു കൊണ്ട് രണ്ടും ധ്യാനിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ ഒന്നിനെയും സംസ്കരിക്കരുത്. ഇവിടെ നിങ്ങളോടൊപ്പം കൂടെ കൊണ്ടുപോവുക. രണ്ട്, കടന്നുപോയവരാഗ്രഹിക്കുന്ന മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുക. ജോസഫ് അത് പാലിച്ച്. ജോസഫ് ഫറവോനോട് പറഞ്ഞ്, അച്ഛൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, വന്ന ദേശത്തുകൊണ്ട് അടക്കണം. ഫറവോ അത് വലിയൊരു അവധി ദിവസമൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചു. വലിയ ഒരുക്കത്തോടു കൂടിയാണ് അച്ഛൻ്റെ ശരീരമായിട്ട് അവർ പോണത്. പക്ഷെ ജ്യേഷ്ഠന്മാർക്ക് പേടിയാണ്. അച്ഛൻ മരിച്ചതോടുകൂടി ഒരുപക്ഷെ ജോസഫ് പഴയ കഥകളൊക്കെ ഓർമ്മിക്കുമെന്നും തങ്ങളെ കഠിനമായിട്ട് നേരിടുമെന്നൊക്കെ അവർ പറയുന്നു. അവർക്കറിയത്തില്ല ജോസഫിനും യാക്കോബിനിടയിൽ നടന്ന ആ അന്ത്യ ഉടമ്പടി. അവർ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ജോസഫ് പറഞ്ഞു, അപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കെതിരായിട്ട് ഒരു ഇൽ ഫീലിംഗ് സൂക്ഷിക്കരുതെന്ന്. എന്നിട്ട് വാവിട്ട് കരഞ്ഞു. ഒരു റെസ്പോൺസിബിലിറ്റി കൈമാറുകയാണ്, കുലീനമായ റെസ്പോൺസിബിലിറ്റി. വെറുതെ ഇങ്ങനെ ഒരു ഫാൻസിയോ ഫാസിനേഷനോ ഒന്നുമല്ല, കുലീനമായ റെസ്പോൺസിബിലിറ്റി. പറയുമ്പോൾ വിഷമം തോന്നും. എന്നാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു കൃത്യമായൊരു ഇമോഷണൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് അത് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും. നിങ്ങളാരും തന്നെ നിങ്ങളുടെ പേരൻസ് മരിക്കുന്ന സമയത്ത് കൂടുണ്ടാകാനായിട്ട് സാധ്യതയുള്ള ആൾക്കാരല്ല.
കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ കിട്ടാവുന്ന വേഗത്തിൽ ചെന്നെത്താൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. എല്ലാവർക്കും ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോൾ ലോകത്തുള്ള ഏതൊരു മകനോ മകളോ ചോദിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു ചോദ്യമുണ്ട്: ഒടുവിൽ അപ്പൻ എന്നാ പറഞ്ഞു? വാട്ട് ഡിഡ് ഹി വിസ്പർ ദ ലാസ്റ്റ്? ഇത് ലോകത്തെല്ലായിടത്തും വലിയ മൂല്യം ഗണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന റെസ്പോൺസിബിലിറ്റിയുടെ ഒക്കെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു വിശദീകരണം. അങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിയും പരത്തിയും പറയാതെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. 33-ാം വയസ്സിൽ മരിക്കുമ്പോൾ അയാൾ വിചാരിച്ചു അയാൾ മരിച്ചടക്കപ്പെടാൻ ചെയ്യാൻ പാടില്ല. നമ്മളോടൊപ്പം അയാളെ കൊണ്ടുപോകണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവൻ ഒടുവിൽ പറഞ്ഞ വചസ്സുകൾ തന്നെ. നമുക്കിങ്ങനെ വളരെ ബ്രോഡായിട്ടൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. എന്താ ഉത്തരവാദിത്വം, ആരൊക്കെ അതിനകത്ത് പെടും. നമുക്ക് നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട്. അത് വളരെ ഇങ്ങനെ ടാഞ്ചിബിളാണ്, വളരെ കൃത്യമായിട്ടാണ് നമുക്ക് കേൾക്കാവുന്ന ഡെസിബലിലോ ഓഡിബിളാണ്. നമുക്കതുകൊണ്ട് ഈ ഒരു ദിവസം ഒടുവിൽ അങ്ങ് ഞങ്ങൾക്ക് കൈമാറാൻ ശ്രമിച്ചത് എന്തായിരുന്നു മാത്രം ധ്യാനിച്ചാൽ നല്ലത്. അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മളിങ്ങനെ എല്ലാ പാഷൻ വീക്കുകളിലും പറയാറുണ്ട് 7 sayings from the cross. നമുക്ക് അതിനെ പാഷൻ വീക്കിൽ നിന്ന് രക്ഷിക്കണം. എന്നിട്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ കൃത്യമായ ദിശാബോധമാക്കണം. കാരണം ഇത്രയും വലിയ ഈ കറുത്ത തുവലിട്ട പുസ്തകത്തിൻ്റെ സംഗ്രഹമാണ് ആ 7 മൊഴികൾ. അങ്ങനെ വലിയ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഇങ്ങനെ വളരെ അബ്രിവേറ്റഡായ വേർഷൻസ് വരും. അങ്ങനെയെങ്കിൽ പല തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹാഗ്രന്ഥത്തിൻ്റെ അബ്രിവേറ്റഡ് വേർഷനാണ് ലാസ്റ്റ് സെയിൻസ് ഫ്രം ദ ക്രോസ്. ലോകത്തെല്ലായിടത്തും മനുഷ്യർ ഈ മടങ്ങിപ്പോകുന്ന ഓരോ വാക്കുകൾക്ക് വലിയ മൂല്യം കൊടുക്കുന്നുണ്ട്. എളുപ്പമൊന്നുമല്ല അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജോസഫിന് ഇങ്ങനെ സഹോദരന്മാരോട് ഹൃദ്യതയിൽ ജീവിക്കുക, ഊഷ്മളത നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമായ കാര്യമാണ്? എളുപ്പമൊന്നുമല്ല. എന്നിട്ടും ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഓപ്ഷനായിട്ടല്ല എടുക്കേണ്ടത്, ഒബ്ലിഗേറ്ററി ആയിട്ട്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ അത് എപ്പോഴും ഓർത്തോളണം. അത് ഓപ്ഷണലല്ല, ഒബ്ലിഗേറ്ററിയാണ്. അതൊരു ഐഡിയലല്ല, മാൻഡേറ്റാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന അന്ന് മാത്രമാണ് ജീവിതത്തിന് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം, ജീവിതത്തിന് കുതിപ്പ് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ ഗാനങ്ങളും പഴയ പ്രാർത്ഥനകളുമായിട്ട് കടന്നു പോകും. ഒബ്ലിഗേറ്ററിയാണ്, ഇറ്റ്സ് എ മാൻഡേറ്റ്. മാൻഡേറ്റ് നമ്മുടെ ഒരു ചോയ്സിന് വിട്ടുകൊടുക്കേണ്ടതല്ല. പരമാവധി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും പരമാവധി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് മാൻഡേറ്റ്. അതൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ ഓപ്ഷണൽ അല്ലെന്ന് എൻ്റെ അർത്ഥം. അയാളുടേതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് കിട്ടും. യേശു പറയുന്നുണ്ട്, എൻ്റെ നുഖം മധുരമാണ്. നുഖത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഉത്തരവാദിത്വം അർത്ഥമുണ്ട്. ഒരാളുടെ മീതെ വെക്കുന്ന നുഖം അയാളുടെ ഉത്തരവാദിത്വം. പക്ഷേ ഈ യേശു വെച്ച് നീട്ടുന്ന ഈ നുഖം വളരെ മധുരമാണ്, സ്വീറ്റ്. സ്നേഹത്തിൽ മനുഷ്യ എടുക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ നുഖങ്ങളും വളരെ മധുരമാണ്. അച്ഛൻ ഇത്രയും ദൂരത്ത് നിന്ന് സഞ്ചരിച്ച് പിതാവിനെ കാണാനായിട്ട് വന്നു. എനിക്ക് തോന്നുന്നില്ല അതൊരു കഠിനമായ കാര്യമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകുമെന്ന്. അതിങ്ങനെ ഒരു
സ്നേഹത്തിൽ ചെയ്ത വലിയൊരു സ്നേഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മീതെ ഭാരം ഉണ്ടാവില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ മുഖം മധുരമാണ്. ഭാരമില്ലായിട്ടൊന്നുമല്ല, ഭാരം നിങ്ങൾ അറിയുന്നില്ല. ഒരു കാര്യം കൂടി ജനറലായിട്ട് ഓർത്താൻ നല്ലതാണ്. ഒരാളുടെ അന്ത്യമൊഴിക്കകത്ത് അയാളുടെ ജീവിതത്തിന്റെ സംഗ്രഹമുണ്ട്. ജീവിതം കൊണ്ട് അയാൾ പറയാൻ ശ്രമിച്ച മുഴുവൻ കാര്യങ്ങളിനകത്തുണ്ട്. ആരുടെ എടുത്ത് നോക്ക്. ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റഡീസ് പോലും ഉണ്ട് അന്ത്യമൊഴികളെ കുറിച്ചൊക്കെ. ഒത്തിരി ഗൂഗിളൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, വെറുതെ ഒന്ന് സോർട്ട് ചെയ്ത് നോക്കി. ഇങ്ങനെ ഓരോരുത്തരും എന്താ ഒടുവിൽ പറഞ്ഞത്. ഗാന്ധിയെ തന്നെ എടുക്കാം. ഇത്രയും ദൂരത്തു നിന്ന് ഒരാളിങ്ങനെ കൈകൂപ്പി കൈത്തൊക്കെ പൊട്ടിക്കുക, നിലത്ത് വീണപ്പോ അയാൾ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കേറാം ഭഗവാനെ. അതായിരുന്നു അയാളുടെ നോട്ടീസ്. അതിന് ചുറ്റും മാത്രം ആ മനുഷ്യൻ ഭ്രമണം ചെയ്ത്. ചെഗുവേര ആ ബൊളീവിയൻ വനങ്ങളിൽ വെച്ച് അയാളെ പിടികൂടുന്നു. അപ്പൊ അയാൾ പറഞ്ഞെന്താണ്? അതെ, ഞാൻ ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം ഡോക്ടർ എന്നാണ്. അതെ, ഞാൻ തോൽപ്പിക്കപ്പെട്ട ഒരാൾ. പക്ഷെ ഫിഡലിനോട് പറയണം, ഒരു തോൽവിയും ഒരു പോരാട്ടത്തിൻ്റെയും അവസാന വാക്കല്ല. എന്നിട്ട് അയാളിങ്ങനെ കണ്ണു തുറന്നു മരിച്ചു. വെടിയേറ്റ് മരിക്കുമ്പോഴും ഈ മനുഷ്യന്റെ പ്രത്യേകത ആയിരുന്നു, അയാളുടെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരുന്നു. അവരുടെ ജീവിതം, അവരുടെ ടെക്സ്ചറൊക്കെ അതിനകത്തുണ്ടെന്നേ, ടോൺ. വലിയ കൾച്ചറലായ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ഈ അവസാന വാക്കുകളിൽ. നമ്മൾ വിചാരിക്കും ഈ വലിയവർക്കൊക്കെ മാത്രമായിരിക്കും ഇത്ര അവസാനം. വലിയവർക്കല്ല, എല്ലാവർക്കും ഉണ്ട്. നാട്ടില് ഒരു 8 വയസ്സുള്ള കുട്ടി ഇങ്ങനെ റോഡ് കുറുകെ കിടക്കുമ്പോൾ വണ്ടി ഇടിച്ചു, പാതയോട് ചേർന്നരഞ്ഞു. ആൾക്കൂട്ടം ചുറ്റിനും കൂടിയപ്പോൾ കുട്ടി ഒന്ന് പെടഞ്ഞെണീറ്റിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മയ്ക്കിനി ആര് ചോറ് കൊടുക്കും? എൻ്റെ ഉമ്മയ്ക്കിനി ആര് ചോറ് കൊടുക്കും? തളർന്നു കിടക്കുന്ന ഉമ്മയ്ക്ക് വേണ്ടി എരന്ന് ജീവിച്ചിടുന്ന കുട്ടിയായിരുന്നു അത്. നാട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ് കുട്ടി മരിച്ചു പോയത് കൊണ്ട് അവൻ ജീവിച്ചിരുന്ന കാലത്തെക്കാളും ഭംഗിയായിട്ട് നാട്ടുകാര് മത്സരിച്ച ആ ഉമ്മയെ നോക്കണം. ജീവിതത്തിന്റെ ചുരുക്കമാണ് ഇങ്ങനെ അവസാനത്തത്. വെറുതെ എന്തായിരിക്കും നിങ്ങളുടെ അവസാന വാക്ക് എന്നെ കൂടി ഓർത്ത് കഴിഞ്ഞാൽ ഈ ദിവസത്തെ കഠിനമാക്കാം, സന്തോഷം മുഴുവൻ കളയാം. പക്ഷെ അത് വേണ്ട. തൽക്കാലം നമുക്ക് അയാളുടെ അവസാന വാക്കിനെ ഓർമ്മിക്കാം. എന്തായിരിക്കും? നേരത്തെ പറഞ്ഞത് വലിയ വില കൊടുക്കണം. എൻ്റെ ഒരു സ്നേഹിതന്റെ അപ്പം മരിക്കുമ്പോൾ അവൻ 9ാം ക്ലാസ്സിലാണ്. മരിക്കുമ്പോൾ അപ്പൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എടാ അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മയെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ചെറിയ പ്രായം തൊട്ടേ ഒറ്റക്ക് തുഴഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് ഒരു വളരെ ഇങ്ങനെ അരമുള്ളൊരു സ്ത്രീയാണ്. പറയുമ്പോൾ വിഷമം വിചാരിക്കരുത്. ഈ അമ്മ ഷാർപ്പാ വർത്തമാനവും ഇടപെടലും. ഇപ്പൊ ചങ്ങാതിക്ക് എൻ്റെ കണക്ക് ഒരു 19 വയസ്സായിട്ടുണ്ടാവും. 14ാം വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരാൾ കൊടുക്കേണ്ടി വരുന്ന വില എളുപ്പമില്ല. അവൻ്റെ ഭാര്യ അവനോട് പറയും, നിങ്ങൾ എന്താ ഇപ്പോഴും ചില്ലക്കുട്ടിയെ കണക്ക് അമ്മ പറയണ മാത്രം കേട്ട് നടക്കണം? അവൻ എന്നാ പറയാനാ? മനുഷ്യർ കൊടുത്ത വാക്കുകൾക്ക് മീതെ അവർ കുറെ അപമാനം ഒക്കെ സഹിക്കുന്ന ഭൂമിയായത്. ഒത്തിരി ഇങ്ങനെ ആമുഖമായെന്ന് തോന്നണം. നമുക്ക് കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വേഗത്തിൽ പറഞ്ഞു ചുരുക്കാവുന്നേ ഉള്ളൂ. അവൻ കൈമാറുന്ന ഉത്തരവാദിത്വം ഇങ്ങനെ റിലേലൊക്കെ ചെയ്യുന്നതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ സംഭവം അത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവായിട്ട് ഒരാൾ അയാളുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന പരിപാടിയാണ് ഇങ്ങനെ ബാറ്റം കൈമാറാന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് രാവിലെ അച്ഛൻ്റെ ടോക്ക് കേട്ട് മാനസാന്തരം വന്ന ഒരാളെന്ന നിലയിൽ പഴയ നിയമത്തിൽ നല്ല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്ന് നമുക്കതിന് ഇങ്ങനെ കാണാവുന്നതാണ്. ഒരാൾ കൈമാറുന്ന ഉത്തരവാദിത്തമാണെന്ത്? ഈ ബാറ്റ്. അയാൾ തളർന്നു വീഴുമ്പോൾ അയാൾ കൊടുത്തിട്ട് പോവുക. പിന്നെ
അതാർക്കാണോ കൊടുത്തത് അവരിങ്ങനെ തളരുവോളം അവരതുമായിട്ട് ഓടണം. എവിടെങ്കിലുമൊക്കെ തളർന്നു വീഴുവോളം അയാൾ വെച്ച് മാറിയ ഒരു കാര്യമായിട്ട് ഓടാനുള്ള ഒരു ചലഞ്ച് ഈ ഫാമിലി കോൺഫറൻസ് എടുത്താൽ നല്ലത്. അത് ഈ കോൺഫറൻസിനെ വ്യത്യാസമുള്ളതാക്കി മാറ്റും. നിങ്ങളെയും അറിയാവുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്ന്, ഇങ്ങനെ മാപ്പ്, ലോകത്തിങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള ധർമ്മമുണ്ട് നമുക്ക്. കണ്ടുപൂട്ടുന്നതിനേക്കാൾ മുമ്പേ ജോസഫിനോട് ഇസ്രായേൽ പറഞ്ഞു അത് തന്നെ, എടാ ചേട്ടന്മാർക്ക് മാപ്പ് കൊടുത്തേക്കണം. കുഞ്ഞു ജീവിതം തന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർത്തും പേർത്തും ഒക്കെ നടന്ന് കഠിനമാക്കേണ്ടതല്ല ജീവിതം. കുറെ കൂടി മാപ്പിൽ വിശ്വസിക്കുക, മാപ്പിൻ്റെ ഊഴം കൊടുക്കുക. വെറുതെ ഇത്തിരി സമയമൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനുണ്ട്, നാളെ ഹോളി കുർബാനയുണ്ട്. ആരോടെങ്കിലുമൊക്കെ ഇത്തിരി ഒരു കയ്പ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടതിനെ നമുക്ക് വിട്ടുകൂടാ? വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ ആകാശത്ത് പറയുന്നതിനൊക്കെ നല്ലതല്ല ചില കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുക്കണം. കുറെ കാലമായിട്ട് വിളിക്കാതിരുന്ന ഒരാൾ ഒന്ന് ഇത് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാലെന്താ? കുറെ കാലമായിട്ട് പോയി കാണാത്ത ഒരാളെ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ തന്നെ രാത്രി ഡ്രൈവ് ചെയ്ത് കണ്ടാലെന്താ? കുറച്ചുകൂടി ഇങ്ങനെ മാപ്പിൻ്റെ മനുഷ്യരാവും. കൊടിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ഈ മാപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ട് മരിക്കണേ. അവിടെ ഓർത്തോളാം, പിതാവേ മാപ്പ് കൊടുക്കണേ. മാപ്പിൻ്റെ മനുഷ്യ. കുഞ്ഞുങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, അവളുടെ ചില ശാഠ്യങ്ങൾക്ക് അവൾക്ക് മാപ്പ് കൊടുക്കുക, അയാളുടെ ചില ധാർഷ്ട്യങ്ങൾക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കുക, ചങ്ങാതിയുടെ ചതിക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ യേശു ഇങ്ങനെ 7:70 എന്നൊക്കെ പറയാം. നമ്മളിത് എന്തായിരിക്കും 7 എന്നൊക്കെ ആലോചിച്ച് തലമണ്ണാക്കിക്കൊണ്ടിരിക്കുക. 7:70 കൊണ്ട് ഗുണിക്കണം, അതിന് 7:70 ആണോ? ഇതൊന്നുമല്ല കോപ്പ്. ഇത് വെറുതെ ഇങ്ങനെയാണ് ചെയ്ത് മാപ്പിനെ നിങ്ങളെ ഹാബിറ്റാക്കാനാണ് പറയുന്നത്. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. ഇത് രസം അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പം ജീവിക്കണത്. നമുക്ക് ഉറപ്പാണ് അയാൾ അതിൻ്റെ ഒരു ഭാരവും കൊണ്ട് നടക്കത്തില്ല. എന്ത് ഭംഗിയായിട്ട് നമുക്ക് ആൻസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് തന്നെ കൾട്ടസ് എന്ന് പറഞ്ഞ വാക്കിനകത്ത് നിന്നാണ് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ പണിയായുധമാണ്, വിശേഷം കലപ്പ. നിരന്തരമായി ഉഴുതൊഴുത് ഒരാളുടെ ഉള്ളിൽ ആഴപ്പെടുന്ന ജീവിതശൈലിയുടെ പേരാണ് കൾച്ചർ. നിരന്തരമായി ഉഴുതൊഴുത് അഗാധത്തിൽ ഈ ഒരു ഓർമ്മ കിടന്നാൽ നല്ലതാണ്. ദൈവങ്ങളുടെ ഏറ്റവും എളുപ്പ വഴിയാണ് മാപ്പ് കൊടുക്കുക. അതിനേക്കാൾ ഇങ്ങനെ ലളിതമായ മാർഗമൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന മനുഷ്യരിലേക്ക് തന്നെ വരാം. ആരിലേക്ക്? യാക്കോബിലൂടെ തന്നെ വരാം. അത് മാപ്പ് കിട്ടിയ മനുഷ്യനാണ്. ഇങ്ങനെ ചേട്ടനുമായിട്ട് ജനിച്ച നാൾ തൊട്ട് തുടങ്ങിയ തർക്കമോ, ഒരുമിച്ച് പിറക്കണത് തന്നെ ഇങ്ങനെ ചേട്ടന്റെ കാലെ പിടിച്ചോണ്ടാ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബൈബിൾ പറയണത് അല്ലേ? അങ്ങനെ ഈ സിബ്ലിംഗ് റൈവലറി ടു ദ കോർ, അങ്ങനെ സംഭവം ഉണ്ടല്ലേ സിബ്ലിംഗ് റൈവലറി. അതിന്റെ അങ്ങേ അറ്റം അങ്ങനെ കളിച്ച് ചെറിയ കളിയിൽ നിന്ന് വലിയ അപകടം പിടിച്ച കളിയിലോട്ടൊക്കെ പോയ, എന്നിട്ട് സമാധാനം വല്ലതും ഉണ്ടാ അലഞ്ഞടക്കിയ. ആ ഇടക്ക് ചില കാഴ്ചയൊക്കെ ഉണ്ടായി. ഒരു കോണി ഇറങ്ങി വരുന്നതും അതിലൂടെ മാലാഖമാർ കയറിപ്പോകുന്നതും ഇറങ്ങുന്നതൊക്കെ കണ്ടു. ജീവിതത്തിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഈ കളിക്കണ ലോകം മാത്രമല്ല, ഓരോരുത്തരും വേദി എന്ന് പിടുത്തം കിട്ടി. അപ്പം ഒരു എലമെന്റ് ഓഫ് ട്രാൻസെൻഡൻസ് ഉള്ളോട്ട് വന്നു, ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി ഉള്ളോട്ട് വന്നു. അപ്പം മാപ്പിനൊക്കെ മീനിങ് ഉണ്ടായി. ജ്യേഷ്ഠനെ കാണാനായിട്ട് പുറപ്പെട്ടു. കഥയൊക്കെ നമുക്കറിയാം. ജ്യേഷ്ഠൻ ഇങ്ങനെ മലമോളി നിൽക്കുകയാണ്. അനുജനിങ്ങനെ കുന്നുകയറി ചെല്ലുന്നത് മോളിൽ നിന്ന് കണ്ടു. തൻ്റെ ജീവിതത്തെ പട്ടപൂജയാക്കിയ മനുഷ്യനാണ് കാരണം. കാറ്റ് പിടിച്ച കണക്ക് താഴോട്ടിങ്ങനെ ഓടി വന്നു. എന്നിട്ട് അനുജന്റെ കഴുത്തിലിങ്ങനെ കൈ ചുറ്റി. ബലിഷ്ഠമായ കൈയാണ്. കഴുത്തി വീണ കൈ ഇപ്പം
കഠിനമാകും എന്നൊക്കെ ഓർത്ത് അനുജനിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അയാളെ തൻ്റെ നെഞ്ചോട് വലിച്ചിട്ടിട്ട് ജ്യേഷ്ഠൻ വല്യമായി നിലവിളിക്കാൻ തുടങ്ങി. അനുജനും നിലവിളിച്ചു. ആ നിലവിളിയുടെ ഇടയിൽ അനുജൻ പറഞ്ഞ വാക്ക്, മക്കളോട് പൊറുക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചെറുപ്പത്തിൽ പറഞ്ഞ വാക്ക് വേദപുസ്തകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഇപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മുഖം. You resemble God. You resemble God. Don't you want to resemble God? കുഞ്ഞുങ്ങൾക്ക് മാപ്പ് കൊടുക്ക്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. മാപ്പ് കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ദൈവമുഖം തെളിഞ്ഞു കിട്ടുന്നത്. വേറെ ആർക്കും അല്ല. കാര്യം സിനിമയാണ്. തൻ്റെ കൂട്ടുകാരിയോട് വല്ലാത്ത അവിശ്വസ്ത കാണിച്ചൊരു പുരുഷൻ, അയാൾക്കത് അവളോട് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇവളിങ്ങനെ നിലത്ത് വീണ പൂപ്പാത്രം കണക്കിന് പൊട്ടിച്ചെതറുന്ന അയാൾക്കറിയാം. എന്നിട്ടും അത് പറയാൻ അയാൾ ധൈര്യപ്പെട്ടു. ഇനി കൊലയ്ക്ക് വിധിക്കപ്പെടാവുന്ന ഒരാളെ കണക്കിങ്ങനെ തലവുഞ്ച് നിൽക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അയാളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാ മാപ്പ് തരിക? കാര്യം തിയേറ്ററാണെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണെന്നുള്ളതൊക്കെ മറന്നുപോയി. മുഴങ്ങേണ്ടത് ആ വാക്കാണ്. ഇപ്പം ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. അപ്പം അതാണ് ഒന്നാമത്തേതെന്ന്, ഈ മാപ്പിൻ്റെ ഉത്തരവാദിത്തം എടുക്കുക, അതിങ്ങനെ കൈമാറുക, റിക്കൺസിലേഷൻ്റെ മനുഷ്യരാവുക. അതാണ് എൻ്റെ കുറച്ചുകൂടി ടെക്നിക്കലായൊരു വാക്ക്. റിക്കൺസിലേഷൻ്റെ ഉത്തരവാദിത്തം എടുക്കുക, മനുഷ്യരെ തമ്മിൽ അന്യഞ്ചിപ്പിക്കുക, മനുഷ്യർക്ക് വേണ്ടി ഇൻഡസ്ട്രീഡ് ചെയ്യുക, രണ്ടു പേർക്കിടയിൽ തർക്കം ഉണ്ടെങ്കിൽ അവരെ കൂട്ടി യോജിപ്പിക്കുക. അതോ സാക്ഷികളായിട്ടിരുന്നാൽ മതിയാ? ഇങ്ങനെ എന്തിന് ഇങ്ങനെ മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ചോയ്സ് ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ആ ചോയ്സ് ഉണ്ടാവും. എന്താണത്? പാസിങ് ഇമോഷൻസ് വേണോ, പെർമനന്റ് റിലേഷൻഷിപ്പ് വേണോ? അതാണ് പ്രശ്നം. ഈ ചോയ്സിനെ ഒന്ന് ഗൗരവമായിട്ട് കൺഫ്രണ്ട് ചെയ്താൽ നല്ലതാണ്. യു നീഡ് ടു ഇങ്ങനെ ഈ പാസിങ് ആയ ഇമോഷൻസ് വേണം, അതാ പെർമനന്റ് ആയ റിലേഷൻഷിപ്പ് വേണം. ഈ ചോയ്സാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കണം. ഒരാൾ ജോലിക്ക് വരാൻ വൈകി ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാം, പക്ഷെ അതോടുകൂടി ആ വികാരം ഒന്ന് പോയി കിട്ടി. പക്ഷെ റിലേഷൻഷിപ്പിനകത്ത് വളച്ചിലുണ്ടായി. മുതിർന്നവരാ. എന്തിനാ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇപ്പൊ വിട്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടത്? അവരിങ്ങനെ നടന്നു വെച്ചുണ്ടാക്കുന്ന ഓർത്തിട്ടൊന്നുമല്ല. വി ആർ അഡ്രസ്സിങ് ഗ്രോണപ്സ്. വി നീഡ് ടു അഡ്രസ് ഗ്രോണപ്സ്. ഗ്രോണപ്സ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ആൾക്കാർ, ഇമോഷൻസിന്റെ ആൾക്കാരല്ല, ബന്ധങ്ങളുടെ ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ ഗ്രോണപ്സ് ആകുന്നത്. അല്ല തന്നെ ഒരു സ്ത്രീ, അവരുടെ അമ്മ മരിച്ചു. അവിടെ ഈ സ്ത്രീക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇല്ലാതാണ്. അവളിങ്ങനെ തകർന്നു പോയി, അത്രയും തകർന്നു പോയി. അവളിങ്ങനെ വലിയ ഡിപ്രഷനിലേക്ക് വഴുതിപ്പോയി. അപ്പം അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാനായിട്ട് അവളുടെ ഡോക്ടർ പറഞ്ഞൊരു മാർഗം ഇതാണ്: നീ ആ ദിവസങ്ങളിൽ, നിന്റെ ആ വിഷമ ദിവസങ്ങളിൽ കൂടെ നിന്ന് കുറച്ച് പേർക്ക് കത്തെഴുതും. വളരെ അടുത്ത് നിന്ന് കുറച്ച് പേർക്ക് അമ്മയെ അനുസ്മരിച്ചുകൊണ്ടും അവരുടെ ആ ഒരു ജസ്റ്ററിനെ അക്നോളജ് ചെയ്തുകൊണ്ടും ഒക്കെ ഒരു കത്തെഴുതുക. അങ്ങനെ മാസങ്ങളെടുത്തിട്ട് ഈ സ്ത്രീ 70 കത്തെഴുതി. അത് അവർക്ക് വലിയ കത്താർസിസ് കൊടുത്തു, റിലീസ് കൊടുത്തു. ആ 70 കത്ത് എഴുതിയിട്ട് ഭർത്താവിനോട് പറഞ്ഞ്, ഇത് നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ അമ്മയില്ലാതെയും ജീവിക്കാൻ പറ്റാമെന്ന് നോക്കട്ടെ. ഓ, പിന്നീട് അവരിങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് വന്നു. ഒരു ദിവസം ഇങ്ങനെ ഈ സ്ത്രീ ഓരോന്നിങ്ങനെ അടുക്കുകയും പെറുക്കുകയും ചെയ്തപ്പോൾ ഇയാളുടെ ടെന്നീസ് ബാഗ് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ പോക്കറ്റ് ഇങ്ങനെ ബൾജ് കിടപ്പുണ്ട്. തുറന്നു നോക്കുമ്പോൾ 70 കത്തതിനകത്ത്. ഇങ്ങനെ ഹിസ്റ്ററിക്കാവേ, സ്ക്രീൻ ചെയ്യുക. തൻ്റെ ആ ഒരു വിഷമത്തിനും തൻ്റെ ഒരു ട്രോമയ്ക്കുമൊക്കെ
ഇയാൾ ഇത്രയും മൂല്യം കൊടുത്തിട്ടുള്ളൂ. അവളിങ്ങനെ പാവിട്ട് കരയുമ്പോൾ അയാൾ കയറി വന്നു. അയാൾക്കറിയാം ഇങ്ങനെ ഗൗരവമായ തെറ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഒമിഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അവളിങ്ങനെ പതുക്കെ അവളുടെ മുമ്പിൽ, അവളിരിക്കുമ്പോൾ അവളുടെ മുമ്പിൽ ചെന്ന് മുട്ടുമേ നിന്ന് തൻ്റെ തല ഇങ്ങനെ അവളുടെ മുട്ടോട് ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, പറ്റിപ്പോയതാ, എങ്ങനെ വിട്ടുപോയി, ഇനി ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയി 70 പേർക്കും ഒരു 2 ദിവസം കൊണ്ട് കൊടുക്കാം, അതേ പറ്റൂ. പെട്ടെന്ന് ഈ സ്ത്രീ തൻ്റെ ചെറിയ പ്രായത്തിൽ താൻ കേട്ട ആ ഒരു കാര്യം ഓർത്തു. എന്താണത്? ജീവിതത്തിൽ ഒരു നിമിഷമുണ്ട്, when you have to decide between passing emotions and permanent relation. തൻ്റെ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് ഒരു പരീക്ഷ വന്നിരിക്കുക. ഇതിൽ ജയിച്ച് പൊട്ടിയാ പൊട്ടി. അവൾ വിചാരിച്ചു, ഞാൻ തോക്കില്ല. അയാളിങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളായിട്ട് മറവി ഇത്തിരി കൂടുതലാണ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പലതും വിട്ടുപോകുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാന്ന് വിചാരിക്കാൻ മാത്രം മണ്ടിയൊന്നുമില്ല, ഞാൻ വിട്ടുപോയി. ഇനിയിപ്പം നിങ്ങളായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, കുറച്ച് നമുക്ക് പോസ്റ്റ് ചെയ്യാം, പിന്നെ ഞാനും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, എനിക്കും കുറച്ച് കത്തുകളൊക്കെ ആയിട്ട് പോകാം, അവരെ കാണുകയും ചെയ്യാമല്ലോ. ഇങ്ങനെ ഇപ്പൊ കൊലക്ക് വിധിക്കപ്പെടുന്നു പറഞ്ഞ് നിൽക്കണ വിധത്തിലൊരു മനുഷ്യൻ. അയാൾക്ക് തോന്നി ഈ സ്ത്രീ വലിയവളാ, ബിഗ് വുമൺ. അയാളത് അക്നോളജ് ചെയ്യുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നോളം നിന്നെ ഒരു മുതിർന്ന പെൺകുട്ടിയായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ, അമ്മ മരിച്ചപ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, നീ വെറുതെ ഒരു മുതിർന്ന പെൺകുട്ടി മാത്രം, ബിഗ് ഗേൾ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ഒരു സ്ത്രീയാണ്. Prove yourself to be grown-ups. അതിങ്ങനെ മാപ്പ് കൊടുത്തിട്ട്, don't be always carried off your passing emotions. അപ്പം അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ റെക്കൺസിലിയേഷൻ്റെ മനുഷ്യരാവുക. എവിടെ ഇങ്ങനെ അനുരഞ്ജനപ്പെടാനായിട്ടുള്ള ക്ഷണങ്ങൾ കൊടുക്കുക, ആരിങ്ങനെ അകന്നു നിൽക്കരുത്. ടുഗദർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ റൂട്ടൊക്കെ വളരെ ഇങ്ങനെ ഭംഗിയുള്ള കാര്യമായി. ഫിറ്റിംഗ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം, അനുയോജ്യമായ ചില കാര്യങ്ങൾ. അതൊക്കെയാണ് എൻ്റെ ഒന്നാമത്തത്. വളരെ ലോജിക്കിൻ്റെ ഒരു മനുഷ്യനാണ് നമ്മുടെ ഗുരു. ആരും ഭൂമിയിൽ ഇത്രയും ലോജിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടെന്നാൽ, അല്ലേ? യേശു ഉപയോഗിക്കുന്ന വാക്കാണ്. അതെ, എന്തുകൊണ്ടെന്നാലെന്ന് പറയുന്നതാണ് എന്ത്? ലോജിക്. അല്ല, അങ്ങനെ ഇടയ്ക്ക് പറയല്ലേ എന്തുകൊണ്ടെന്നാൽ. ആ എന്തുകൊണ്ടെന്നാൽ ഇവിടെയുണ്ട്. എന്തിനു മാപ്പ് കൊടുക്കണം? ബിക്കോസ് they do not know. അജ്ഞത കൊണ്ടാണ് മനുഷ്യരെ പരിക്കേൽപ്പിക്കുന്നത്. അജ്ഞത മാപ്പർഹിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ലോജിക്. നമ്മൾ പറയും, നല്ല പഠിച്ച കുട്ടിയാണല്ലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നല്ലതുപോലെ വായിക്കും, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആങ്കർ ചെയ്യുന്നവരെ ഒരാളാണ്. എന്താ ഇനിയിപ്പോൾ അജ്ഞതയ്ക്ക്? അജ്ഞത എന്ന് പറയുമ്പോൾ ഓർത്തോളണം, ഈ ചെയ്യുന്ന കാര്യങ്ങളിലെ അജ്ഞതയല്ല, ചെയ്യുന്ന കാര്യങ്ങളുടെ പരിണിത ഫലത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതിൻ്റെ വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദാറ്റ്, ഇതിനെക്കുറിച്ച് നമുക്കൊരു പിടുത്തമില്ല. അതുകൊണ്ട് അജ്ഞത എന്ന് പറയുന്നത്. ലളിതമായ ഉദാഹരണത്തിനായിട്ട്, ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന കുട്ടികളോട് എല്ലാ മാഷന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നീ മോട്ടിക്കാൻ പോയടാ. കാലാകാലങ്ങളായിട്ട് മാഷന്മാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം അത്. പക്ഷെ ഒരുത്തനോട് മാത്രം ചോദിച്ചപ്പോൾ അവൻ തകർന്നു പോയി. നിർഭാഗ്യവശാൽ അവൻ്റെ അപ്പം കള്ളനാണ്. ഇത് മാഷിന് അറിയത്തില്ല. അപ്പൊ ഓരോന്നിൻ്റെയും ആഫ്റ്റർ മാർക്സ് we are not so certain. നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, എന്ത് ചെയ്യുന്നുണ്ട്, അവൾ വിഷമിപ്പിക്കാൻ തന്നെ പറഞ്ഞത്, ഇത് തന്നെ അവർ പറയണത്. പക്ഷെ ആ വിഷമം
എന്തുമാത്രം നീളനെ കുഞ്ഞുങ്ങൾക്ക് ധാരണയില്ല. ഒരു 19 വയസ്സുള്ള അമ്മ കാണാൻ വന്നു. പഴയൊരു സ്പോർട്സ് താരമൊക്കെ ആയിരുന്നു അവര്, ബാസ്കറ്റ് കളിക്കുമായിരുന്നു. അവരിങ്ങനെ എന്തോ ഒരു മത്സരത്തിന് വടക്കേന്ത്യയിൽ പോയ സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാല് തെറ്റി വീണ ഒക്കെ ഹെമറേജ് ഉണ്ടായി, അല്ലാത്ത ബ്ലീഡിങ് ഉണ്ടായി. അപ്പം അങ്ങനെ അവരെ രക്ഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡോക്ടർമാർ കണ്ട ഏറ്റവും ഒരു ക്വിക്കായ വഴി എന്ന് വെച്ചാൽ അവരുടെ അവരുടെ ഊമ്പെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. കുടുംബജീവിതം സ്വപ്നം കാണുന്ന, കുഞ്ഞുങ്ങളെയൊക്കെ ഓമനിക്കണമെന്ന് കരുതുന്ന ഒരു പെൺകുട്ടിയിൽ ഉണ്ടാക്കുന്ന പരിക്ക് ഞാൻ വിശദീകരിക്കട്ടല്ല. സംഭവിച്ചെങ്ങനെയാണ്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഇവരുടെ അച്ഛൻ പെങ്ങള, ഹൈന്ദവ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു സ്ത്രീയാണ് അവരുടെ അച്ഛൻ പെങ്ങള അവരെ കാണാൻ വന്നിട്ട്, അമ്മായി അവരെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഏതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. ഇത് അവർ കേൾക്കുമ്പോൾ അവർക്ക് 23 വയസ്സ്. ഇപ്പം അമ്മ എന്നെ കാണാൻ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് 80+. എന്നിട്ടും 60 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നും അത് പറയുമ്പോൾ അവർ വല്യവായി നിലവിളിക്കുന്നു. ആരോ പറഞ്ഞ ഒരു കുസൃതിയോ കുറുമ്പോ ഞാൻ അത്രയൊക്കെ വിചാരിക്കുന്നുള്ളൂ, അല്ലാതെ ഒരാളും അത്ര ദുഷ്ടതയൊന്നുള്ളതല്ല ഭൂമിയിൽ. പക്ഷെ ആ കുസൃതിയുടെ മീതെ 60 വർഷങ്ങൾക്ക് ശേഷവും ചോരപൊടിയാണ്. ഇതാണ് ഡു നോട്ട് നോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുണ്ടാക്കിയ പരിണിത ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല. പറഞ്ഞ വാക്ക്, ഒരു വയലൻസ്, കുലീനമല്ലാത്തൊരു പെരുമാറ്റം, ഒരു പെൺകുട്ടിയിലുണ്ടാക്കിയ വ്യത്യാസം. ഒന്ന് തൊട്ടാൽ എന്താ മുരുകിപ്പോകുമെന്നാണ് പുരുഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്ന് തൊട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ സ്ത്രീ ആയിരിക്കണം. അത് അവൾക്കുണ്ടാക്കുന്ന ആ ട്രോമ. ഇങ്ങനെ ലോകത്തിന് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ലോകം മാപ്പർഹിക്കുന്നുണ്ട്. ജ്ഞാനം ഇങ്ങനെ മുമ്പോട്ട് കാണാൻ പറ്റുന്ന ജ്ഞാനം, മുമ്പോട്ട് കാണാൻ പറ്റണം. അവിടെ നമ്മൾ ദീർഘദർശികൾ എന്നൊക്കെ പറയണം, അതില്ല. പഴയ കഥയാണ്. പക്ഷെ എന്നാലും ഈ കോണ്ടസ്റ്റിൽ അന്ന് ഓർത്താൻ നല്ലതാണ്. ഒരാളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അയാളുടെ തോട്ടത്തിലേക്ക് ആരോ പ്രവേശിക്കുന്നത് കണ്ടു. ബൂട്ട്സൊക്കെ ഇട്ട് ഓക്കിസ്റ്റിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പൂക്കളുടെ മീതെ കൂടി ചവിട്ടി പോകണം. സഹിച്ചില്ല മനുഷ്യന്. വലിച്ചു പാതകത്തേക്ക് ഇട്ടു. പെട്ടെന്ന് അറിയാതെ മനുഷ്യൻ കൈവിട്ടു പോയി. കാരണം ഇയാൾ പൂക്കളെയും വള്ളികളെയും ഒക്കെ ചവിട്ടി മതിക്കുന്ന ഈ മനുഷ്യൻ അന്ധനായിരുന്നു. എങ്ങനെ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാ? പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെ ഈ പൂക്കളെയൊക്കെ ചവിട്ടി മതിച്ചു പോയതാ? അയാൾ പിന്നീട് അയാളുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമൊന്നും വേണ്ട, ഒരുപക്ഷെ അവരന്ധരായിരിക്കാം. സൽപ്പേരിന്റെ പൂന്തോട്ടം നശിപ്പിച്ചവര്, കൗമാരശുദ്ധിയുടെ പൂന്തോട്ടം നശിപ്പിച്ചവര്, ആൽക്കഹോളിക്കാർ അപ്പയാണ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ബാല്യ കൗമാര ദിനങ്ങളെ ഭംഗിയില്ലാത്താക്കിയ ആ വ്യക്തിയൊക്കെ തോന്നുന്നതാണ്. ലോകത്തിന് മാപ്പ് കൊടുക്കുക, ഇതാണ് നമുക്ക് നൽകപ്പെടുന്ന ആദ്യത്തെ ഉത്തരവാദിത്വം. മാപ്പിൻ്റെ മനുഷ്യ എവിടെ? കുഞ്ഞുങ്ങൾക്കൊക്കെ മാപ്പ് കൊടുത്ത് വേണം അത് പരിശീലിക്കാനായിട്ട്. എളുപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയേണ്ടത് ഒരു രക്ഷ ഉണ്ടാവില്ല അവസാനം. ആരോ പറയുന്നത് എനിക്ക് സ്വസ്ഥ കിട്ടാനായിട്ട് ആസ്പിരിൻ ഗുളികയുടെ പുറത്ത് എഴുതി വെച്ച കാര്യം മാത്രം നടന്നാൽ മതി. എന്താണത്? കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അത്രേ ഉള്ളൂ. അല്ല വേറെ ഒരു രക്ഷയില്ല. അത്രയാണ്. തലവേദന പോകുന്ന ആ ഒരു ഗൈഡൻസ് വായിച്ചിട്ടല്ല, ഗുളിക വെച്ചിട്ടല്ല. ഗുളിക കഴിക്കുക, കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. പക്ഷേ ലേൺ forgiving, learn forgiveness. അതിങ്ങനെ ചെയ്ത് മാത്രം നടക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് ലോകത്തിന് മോക്ഷം കാട്ടിച്ചു കൊടുക്കുക. മോക്ഷം. 1 മാപ്പ്, 2 മോക്ഷം. എന്താ മോക്ഷം എന്ന് പറയണത്?
യേശു ഉപയോഗിക്കുന്ന വാക്കിനെ നമുക്ക് എടുക്കാം, പർദീസ. ഒരു പേർഷ്യൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഈ വളച്ചു കെട്ടിയ തോട്ടം എന്നാണ്, ഫെൻസ്ഡ് ഗാർഡൻ. തോട്ടത്തിൻ്റെ പ്രത്യേകത തോട്ടം വളച്ചു കെട്ടി എന്നുള്ളതല്ല. സുൽത്താൻ ആരോടെങ്കിലും ഒരു ആഭിമുഖ്യമോ പ്രിയോ തോന്നിക്കഴിഞ്ഞാൽ സുൽത്താൻ അത്തരം മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഓണറാണ് അയാളെ ആ തോട്ടത്തിലേക്ക് വിളിക്കുക. രണ്ടുപേരും കൂടി ഇങ്ങനെ കൈക്കൊക്കെ പിടിച്ച് നടക്കും. ഉച്ചയാകുമ്പോൾ ഏതെങ്കിലും മരച്ചോട്ടിരുന്ന് ഭക്ഷണം കഴിക്കും, മടങ്ങിപ്പോകും. പക്ഷെ അങ്ങനെ തൻ്റെ കൈക്ക് പിടിച്ച് നടന്ന ഈ മനുഷ്യന് ആ ദേശത്ത് മരിക്കുവോളം ആദരവ് കിട്ടുമായിരുന്നു. അപ്പോൾ മോക്ഷം വളരെ സിമ്പിളാണ്. എന്താണത്? വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ് ദ വുഡ്സ്. വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ് ദ വുഡ്സ്. ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും മനുഷ്യർക്ക് ആ കരങ്ങളെ മുറുകെ പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് ഭൂമിക്ക് ഉറപ്പ് കൊടുക്കണം. വാക്ക് വിത്ത് ദ മാസ്റ്റർ. ചിലപ്പോൾ അവഗണിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാകും. സ്റ്റാർട്ട് വാക്കിംഗ് വിത്ത് ഹിം. അതാണ് രണ്ടാമത്തെ മോക്ഷം. ആദ്യത്തേനകത്ത് യു ആർ നോട്ട് ലോസ്റ്റ് എന്നാണ് ആദ്യത്തേനകത്ത് സുവിശേഷം ആണ് ലോകത്തോട് പറയുന്നത്. യു ആർ നോട്ട് ലോസ്റ്റ് ആണ് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തിനകത്ത് യു ആർ നോട്ട് ലേറ്റ്, നിങ്ങൾ വൈകിയിട്ടില്ല. ഇങ്ങനെ കണ്ണിമ അടക്കുന്നതിന് മുമ്പ് ഒരാൾ പറയുകയാണ്, നീ എന്നെ ഓർക്കണേ, ഓ നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയില്ല. നോട്ട് ലേറ്റ്. പലപ്പോഴും നമ്മുടെയൊക്കെ സങ്കടം എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് നിഷ്കളങ്കതയിൽ ജീവിക്കണം. നമുക്ക് അത്രയും നിഷ്കളങ്കമായ ബാല്യവും കൗമാരം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ സങ്കടം. യു ആർ നോട്ട് ലേറ്റ്. എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ആ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാവുന്നേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ സുവിശേഷം. യേശു പറഞ്ഞ കഥയൊക്കെ തന്നെയാണ് ഇത്. 1-ാം മണിക്കൂറിൽ വന്നവനും 11-ാം മണിക്കൂറിൽ വന്നവനും ഒരേ ധനാറ്. ഇതിന് കഥ പറഞ്ഞിട്ടില്ലേ? 1-ാം മണിക്കൂർ എന്ന് പറയുന്നത് യഹൂദരുടെ അനുസരിച്ചിട്ട് രാവിലെ 6 മണി സമയമാണ്. അവർ സമയബോധം അങ്ങനെ. യേശു മരിക്കുന്നത് എത്ര മണിക്കൂറിലാണ്? 9-ാം മണിക്കൂറിലാണ്. നമ്മുടെ 3 മണി സമയം. സമരക്കാരി സ്ത്രീ യേശുവിനെ കാണുന്ന 6-ാം മണിക്കൂർ, നമ്മുടെ 12 മണി. ഇപ്പം 6 to 6 ആണ് കൗണ്ടിങ്. ഇപ്പോൾ ഒരാൾ രാവിലെ 1-ാം മണിക്കൂർ പണിക്ക് പോയി, രണ്ടാമത്തെ ആൾ പണിക്ക് പോകുന്നത് 11-ാം മണിക്കൂറിലാണ്. എന്നുവെച്ചാൽ എത്ര മണിയാണ്? വൈകുന്നേരം 5 മണി സമയം. വൈകുന്നേരം 5 മണി സമയമാകുമ്പോൾ ഒരു ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഈ പഞ്ച് ചെയ്യണ സ്ഥലം എവിടെയാണ്? എന്തിനാണ്? ജോലിക്ക് വന്ന് ബാക്കിയുള്ളൊരു ചോറ്റുപാത്രം ബോക്സിലോട്ട് അടുക്കി വെക്കുന്ന സമയത്താണ് ഒരുത്തൻ ഈ പഞ്ച് ചെയ്യണം എവിടെ നിന്ന്. ലോകത്ത് ഇത്രയും പരിഹസിക്കപ്പെട്ടൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. എന്നിട്ടും അന്തിയിൽ കൂലി കൊടുത്തപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചു. ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ധനാറവും തന്നെ. യു ആർ നോട്ട് ലേറ്റ്. എത്ര വൈകിയാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ ധനാറം ഒന്ന് തന്നെ. വെളിപാടിന്റെ പുസ്തകത്തിൽ കണ്ടിട്ടില്ലേ, 4 വശത്തുനിന്ന് വാതിലുണ്ടല്ലേ? ആ സിറ്റിക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. 4 വശത്തുനിന്ന് വാതിൽ. ചില കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ, ചിലർ കൗമാരത്തിൽ, വേറെ ചിലർ മധ്യവയസ്സിലെ യൗവനത്തിലോ, വേറെ ചിലർ അന്തിയിൽ. ഏത് വശത്തു നിന്നും നിങ്ങൾക്ക്, ഏത് വശം എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഏത് കാലഘട്ടമാണ്. ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് അവനിലേക്ക് പ്രവേശിക്കും. രണ്ടതാണ് യു ക്യാൻ വോക്ക് വിത്ത് ദ മാസ്റ്റർ. ജോസഫിൻ്റെ ജീവിതം സംഗ്രഹിച്ചത് കണക്ക് നിങ്ങളുടെ ജീവിതവും സംഗ്രഹിക്കപ്പെടും. എന്താണത്? യഹോവയുടെ കരങ്ങൾ അവനോടൊപ്പം സദാ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ നല്ലതായിട്ട് ഒരാളുടെ ജീവിതം ചുരുക്കി എഴുതാൻ പറ്റത്തില്ല. യഹോവയുടെ ജീവിതം അവൻ്റെ കരങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അർത്ഥം എന്താണ്? ഒരു 3 കാര്യങ്ങളെങ്കിലും ഉണ്ട്. ഒന്ന്, അവൻ്റെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു. പ്രവാസിയ എന്തൊരു ജീവിതം! ആരുമില്ല. യഹോവയുടെ കരം അവനോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അവന് ക്ഷോഭം വരും. ദേഷ്യത്തിന് കാരണമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? ഇൻവേർട്ടഡ് ഗ്രീഫ് എന്നാണ് ദേഷ്യത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻവേർട്ടഡ് ഗ്രീഫ്. സങ്കടം ഇങ്ങനെ വഴിമാറുന്നതാണ് എന്ത്? ദേഷ്യം. ഇത്രയും ദേഷ്യത്തിന് കാരണമുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. എന്നിട്ടോ അയാളുടെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും. കുഞ്ഞു പിറക്കം വിട്ട പേരെന്താണ്? മനാസെ. അതതിൻ്റെ അർത്ഥം നീ മറക്കണം.
ആകെ ഒന്നിനോടും പറയില്ലെന്നേ. പഴയ കാലങ്ങളിൽ ഈ പേരിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ആശംസ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് സൂചന? അപ്പയ്ക്ക് കുറച്ച് വിഷമമൊക്കെ തട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ വലിയപ്പച്ചന്മാരായിട്ടൊക്കെ തന്നെ ചെയ്തത്. പക്ഷെ അപ്പം അത് പണ്ടേ മറന്നു. മക്കളെ, നിങ്ങളും അത് മറക്കണമെന്ന അർത്ഥത്തിൽ അയാൾ കുഞ്ഞിന് മനാസിന്റെ പേരിട്ടു. യഹോവയുടെ കരങ്ങൾ അവന്റെ ശോഭത്തോടൊപ്പം ഉണ്ടായിരുന്നു, വിട്ടുപോയില്ല. ഇമോഷൻസ് നേരത്തെ പറഞ്ഞ കണക്ക് പെർമനന്റ് റിലേഷൻഷിപ്പ് ആൻഡ് പാസീവ് ഇമോഷൻ. ആൻഡ് ഹി ഓപ്റ്റഡ് ഫോർ ദ സെക്കൻഡ് വൺ, റാദർ ഫയർ. പിന്നെ ക്രമം തെറ്റാവുന്ന മമതകൾ, അതുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ കുറെ കൂടി ഒരു ഇങ്ങനെ ലിബറലായ സൊസൈറ്റിയില്ല എല്ലാ അർത്ഥത്തിലും. ജോസഫ് ചെന്ന് ചാടിയതും ലിബറലായ സൊസൈറ്റിയില്ല. സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള ബന്ധത്തിന്റെ മീതെ കാര്യമായ ടാബൊന്നും ഇല്ലാത്തൊരു ദേശമായിരുന്നു ഏത്? ഈജിപ്ത്. അപ്പൊ അത്തരം ഒരു ദേശത്തിലെ അന്തപുരത്തിൽ വെച്ച് അയാളുടെ അടുക്കിലേക്ക് നീളുന്ന ഒരു മമതയുടെ കരങ്ങളെ അയാളെ തട്ടിമാറ്റി കുലീനമായിട്ട് പുറത്തേക്ക് പോയി. ഓരോ ദേശത്തെത്തുന്നത് കൊണ്ട് ആ ദേശത്തിന്റെ ഭാഗമായി മാറുക എന്നൊക്കെ പറയണത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാനുള്ള, മുതിർന്നത് ഉദ്ദേശിച്ചല്ല. മൂന്ന് കാര്യങ്ങളിലെങ്കിലും യഹോവയുടെ കരം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു: സങ്കടങ്ങളില്, ക്ഷോഭങ്ങളില്, ആസക്തികളില്. എന്നിട്ട് അയാളുടെ ജീവിതം ചുരുക്കിയാണ് യഹോവയുടെ കാര്യങ്ങൾ അവരോടൊപ്പം ഉണ്ടായത്. അതിന് വിളിക്കുന്ന വാക്കാണ് എന്താ? മോക്ഷം. വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ. വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ് ദ വുഡ്സ്. രണ്ടത്. മൂന്നാമതായിട്ട് നീ ഒറ്റയല്ല, യു ആർ നോട്ട് എലോൺ. രണ്ടുപേരിങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ആരുമില്ലാത്തൊരു സ്ത്രീയാണ്, ആരുമില്ല. ഏകമകനാണ് നിലവിളിച്ച് മരിക്കുന്നത്. അവർ നേരത്തെ വിധവയായി മാറിയെന്നൊക്കെയാണ് പാരമ്പര്യം. ഇപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്, അയാൾക്ക് എല്ലാവരും ഉണ്ട്. ആരാണത്? യോഹന്നാൻ. അയാളുടെ അമ്മ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അയാളുടെ അപ്പനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അയാളുടെ ഒരു സഹോദരൻ ഈ ശിഷ്യ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പിന്നെ 10 കൂട്ടുകാർ വേറെ. ആരുമില്ലാത്ത സ്ത്രീയും എല്ലാവരും ഉള്ളൊരു ചെറുപ്പക്കാരനും. എന്നിട്ട് യേശുവിന് മനസ്സിലായി രണ്ടുപേരും ലോൺലിയാണ്. മനുഷ്യൻ ലോൺലി ആവണത് എപ്പോഴും ഭൗതികമായ കാരണങ്ങൾ കൊണ്ടല്ല, ആന്തരികവും മാനസികമായ കാരണങ്ങൾ കൂടി ഉണ്ടാവും അതിനകത്ത്. അതിൻ്റെ അടയാളമാണെന്ത്? യോഹന്നാൻ. അയാൾക്ക് മിക്സ് ചെയ്യാൻ പറ്റണില്ല. അവിടെ സുവിശേഷം പോലും അതുകൊണ്ടല്ലേ ഇങ്ങനെ കൂടെ നമുക്ക് വായിക്കാൻ പറ്റാത്തല്ലേ? ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റും. ഇയാളുടെ മാറിയാൽ നിൽക്കണം. ആ ഒരു ടെക്സ്ചർ അയാൾ എപ്പോഴും പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഏകാഗികളായ മനുഷ്യർക്ക് കൊടുക്കുന്ന കരുതലാണെന്ത്? ഒരുമിച്ച് നടക്കുക. മൂന്നതാണ് കമ്പാനിയൻഷിപ്പ്, മൈത്രി. ഭൂമിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഇതൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഈ മാപ്പിനെ കുറിച്ച് പറയുക, റിക്കൺസിലേഷനെ കുറിച്ച് പറയുക, ചേർപ്പിക്കുക ഓരോ കാര്യങ്ങളും. രണ്ട്, ഇങ്ങനെ മനുഷ്യന് മോക്ഷം സാധ്യമാണ്, യു ക്യാൻ വാക്ക് വിത്ത് ദ മാസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക. മൂന്ന്, ഒരാൾ ഒറ്റയില്ലെന്ന് പറഞ്ഞു കൊടുക്കുക. മൈത്രി, മൈത്രി എന്ന വാക്ക്. മാപ്പ്, മോക്ഷം, മൈത്രി. ഇതിനിനിയും ഭൂമിയിലിടമുണ്ട്, ഇനിയും ഭൂമിയിലിടമുണ്ട്. ആരെയും ഇങ്ങനെ ഒറ്റക്ക് വിടരുത്. നാട്ടിലെന്നെക്കാൾ അഫ്ലുവൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദേശം. പക്ഷെ നാട്ടിനേക്കാൾ ദരിദ്രം കൂടിയാണ് ഈ ദേശം. People are so starving for affection, starving for love, appreciation. പണ്ടിങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ മദർ തെരേസ എന്തിനാണ് അമേരിക്കയിൽ സ്ഥാപനം ആരംഭിച്ചെന്നൊക്കെ ഒരു പത്രക്കാരൻ ചോദിക്കുമ്പോൾ മദർ തെരേസ പറഞ്ഞ ഉത്തരവുണ്ട്, ലോകത്ത് ധനികർക്കും ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചെറിയ പ്രായത്തിനകത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ വളരെ അഫ്ലുവൻ്റായ മനുഷ്യരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഉള്ളപ്പോൾ എനിക്കറിയാം ദാരിദ്ര്യം എന്ന് പറയണത് ഇങ്ങനെ പട്ടിണി മാത്രമല്ല, ഇങ്ങനെ കുറേ കൂടി ഈ മൈത്രിയുടെ സുവിശേഷം പറഞ്ഞവർക്ക് കൂടെ ആയിരിക്കും. പ്രായമായ ഒരു ഒറ്റപ്പെട്ടവരിലോട്ടൊക്കെ
ചെറിയ മക്കളെ കൂട്ടിക്കൊണ്ട് പോകണം. അവരിങ്ങനെ അവരുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെയൊക്കെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ദശാംശമെങ്കിലും അടുത്ത വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ടതല്ലേ? അവരുടെ സമയത്തിൻ്റെ ദശാംശം അത്രയൊക്കെ പറഞ്ഞു കൊടുത്തില്ല, പിന്നെ നമ്മളതിനെ മീശയൊക്കെ വെച്ച് നടന്നത്. മനുഷ്യര്, വിശേഷം പ്രായമായവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ അർഹിക്കുന്നുണ്ടെന്ന് മക്കളെ പഠിപ്പിക്കണം. ഒറ്റക്ക് വിടരുത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ പാവം അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഓർക്കണമുണ്ട്, ഈ വലിയ മീനൊക്കെ വീട്ടിൽ വാങ്ങുക എന്ന് പറയും. വലിയ മീനൊക്കെ അന്നും വില തന്നെ കേട്ടോ. വല്ലപ്പോഴൊക്കെയാണ് ഈ വലിയ മീനൊക്കെ വാങ്ങുന്നത്. അതിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ കയർ ഫാക്ടറി ജോലി ചെയ്താൽ അപ്പോൾ പിന്നെ ഇങ്ങനെ കൂലി കിട്ടുന്ന പുസ്തകമാണ്. ഈ നല്ല മീൻ തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും നല്ലൊരു കഷ്ണം എടുത്ത് ഒരു കോപ്പയ്ക്കകത്താക്കിയിട്ട് പറയും, ഇവിടെ ഇന്നടുത്ത് പാർക്കുന്നൊരു അമ്മയുണ്ട്, അവർക്ക് കൊണ്ടു കൊടുക്കും. ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും അത് ചെയ്യാത്തുണ്ടെന്ന്. അല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിങ്ങനെയാണ്, അവൻ്റെ വീട്ടിൽ ഇത് തന്നെ നടക്കുന്നത്. അതിങ്ങനെ കണ്ണാണാൻ പോലാത്തൊരു അമ്മയാണ്. ഇവന് അനുജനും കൂടിയാണ് പോകുന്ന വഴിക്ക് അനിയൻ എപ്പോഴും ചോദിക്കുന്ന സംശയം ഇതാണ്, ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത അമ്മയ്ക്ക് തന്നെ ഇത്രയും വലിയ കഷ്ണമെന്നായിരിക്കണം. എവിടെയൊക്കെ ഇങ്ങനെ ആരൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ആരും ഒറ്റയില്ലെന്ന് പറയുക ഭൂമിയോട്. വലിയൊരു സമ്മാനത്തിൻ്റെ പേരാ കൂട്ടം. 12,000 വർഷം മുമ്പ് ഒരു മരപ്പണിക്കാരൻ മുക്കുവരെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയച്ചപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്ത കാര്യം ഇതെന്താണെന്നറിയാവോ? നിങ്ങൾ 2 പേരായിരിക്കണം. ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ ഇത്തരം വൈകാരികമായ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതൊക്കെ നമ്മുടെ കാലത്ത് മാത്രം. അപ്പോഴാണ് 2000 വർഷം പഴക്കം ഒരാൾ പറയണത് പോകുമ്പോൾ എപ്പോഴും 2 പേരുണ്ടാവണം. 70 പേര് വിടുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 35 അടുത്തേ പോയിട്ടുള്ളൂ. നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് നിയമങ്ങളിലൊക്കെ ഈ 70 പേര് 70 അടുത്ത് പോകുന്നതാണ് നല്ലത്. വേണ്ട, സക്സസ് അല്ല പ്രധാനം, കൂട്ടാ പ്രധാനം. എല്ലാത്തിനകത്തും ഇങ്ങനെ വിജയവും നേട്ടവും ഒക്കെയാണ് ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പ്രധാനം എന്ന് കരുതരുത്. കൂട്ടുണ്ടായിരിക്കുന്നത് പ്രധാനം. നമുക്ക് തന്നെ അറിയാം, ഈ കൂട്ടത്തിലൊക്കെ തന്നെ ഇങ്ങനെ പ്രായമായ പേരൻസിന് വേണ്ടിയൊക്കെ ജോലി വേണ്ടെന്ന് വെച്ചവരൊക്കെ. കൂട്ടാ പ്രധാനം. അത് വേറൊരു കൗതുകമായ സംഭവം കൂടിയുണ്ട്. ഇതൊരു പുരുഷനും സ്ത്രീക്കോടെയല്ല കൂട്ട. അവിടെ ശ്രദ്ധിച്ചാൽ നല്ല സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ കുലീനമായ ബന്ധങ്ങൾ സാധ്യമാണോ ഇല്ല എന്നതിനെ കുറിച്ച് ലോകത്തെ ഏറ്റവും സംശയമുള്ളൊരു സംസ്കാരമാണ് നമ്മുടെ മലയാളി. അവർക്ക് തലേ കയർത്തിയില്ല. ആരോ പറയുന്ന കണക്ക് ഒരുമിച്ച് നടന്നിട്ട് ചീത്തപ്പേരുണ്ടാകാത്ത ഏക മലയാളികൾ ഈ കുട്ടൂസിനും ഡാഗിനി മാത്രമാണ് പറയുന്നത്. ബാലരമല ആൾക്കാരാണ്. കുലീനമായ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സാധ്യമാണെന്ന് കൂടി ഭൂമിയോട് പറയുക. കുലീനമായ 3 കാര്യങ്ങളാണ്. 1 മാപ്പ്, 2 മോക്ഷം, 3 മൈത്രി. യു ആർ നോട്ട് ലോസ്റ്റ്, യു ആർ നോട്ട് ലേക്കി, യു ആർ നോട്ട് അലോൺ. മരിക്കണതിന് മുമ്പ് പോലും വല്ല ആശങ്ക അതായിരുന്നു, ഇങ്ങനെ ഒറ്റക്ക് വിട്ടുപോകുന്നൊരു പേടി. അയാളൊരു വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണത്? ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല. എൻ്റെ വാക്കില്ലേ? നമ്മൾ മുതിർന്നവരെ വേദപുസ്തകത്തെ വായിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? 2 തരത്തിൽ വായിക്കാം. 1 കൺസോളിങ് ഗോസ്പലാണ്, 2 എംപവറിങ് ഗോസ്പലാണ്. കൺസോളിങ് ഗോസ്പലിനകത്ത് നമ്മളൊരു അന്ധനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാനും അന്ധനാണ്. അല്ലെങ്കിൽ ഒരു കൂനിയാശിനെ കുറിച്ച് പറയും എൻ്റെ മീതെയും കൂനുണ്ട്, പലതിനു വേണ്ടി കുനിഞ്ഞ് എപ്പോഴും നമ്മൾ റിസീവിങ് എൻഡിലാണ് നമ്മളെ കാണുന്നത്. എംപവറിങ് ഗോസ്പൽ എന്താണ്? യു പ്ലേസ് യുവർ സെൽഫ് ഇൻ ദ ഗിവിങ് എൻഡ്. അന്ധനെ സൗഖ്യപ്പെടുന്ന വായിക്കുമ്പോൾ പറയും ഭൂമിയുടെ അന്ധതയെ നിനക്ക് എങ്ങനെ സൗഖ്യപ്പെടുത്താം. കൂന് പിടിച്ച സ്ത്രീയെ സൗഖ്യപ്പെടുത്തുമ്പോൾ പറയും സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് കുനിഞ്ഞു പോയ ആ പ്രായമുള്ള അമ്മയെ എങ്ങനെ നേരെയാക്കാം.
സ്ത്രീകൾക്കൊക്കെ കൂനില്ലേ? ശേഷം പഴയ കാലങ്ങളിൽ അവര് നേരെ നടക്കും. അവരെ തലയുടെ കൂടെ നിൽക്കാനായിട്ട് സഹായിക്കും, പെൺകുട്ടികളെ വിശേഷിക്കും. ഇതിനെ വിളിക്കുന്ന വാക്കാണ് എന്ത്? എംപവറിംഗ് ഗോസ്പൽ. മുതിർന്നവര് അങ്ങനെ വായിച്ചു കൊടുക്കണം. എംപവറിംഗ് ഗോസ്പൽ. നമ്മളിലൂടെ ഇതൊക്കെ നടക്കുന്നുണ്ടോ? അനാഥരായി നമ്മളെ നമ്മളെ വിടില്ലെന്ന് മാത്രമല്ല, നമ്മളിലൂടെ ഭൂമി അനാഥമായി വിടരുതെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിലൂടെ. പണ്ടിങ്ങനെ ഒരു യുദ്ധകാലത്ത് ഒരു പള്ളിയിൽ ബോംബിങ് നടന്നപ്പോൾ ആ പള്ളിയിൽ ദേശത്തെ ആസ്വദിക്കുന്ന യേശുവിൻ്റെ ശില്പം തകർന്നു. പിന്നീട് പള്ളി റിനോവേറ്റ് ചെയ്തു. ശില്പവും നേരെയാക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ശില്പം നേരെയാക്കണ്ട, കയ്യില്ലാത്ത ശില്പം മതി. എന്നിട്ട് ഇപ്പോഴുണ്ട് ജർമ്മനിയിൽ ഒരു എന്താ പറയുക, ഒരു മോണസ്ട്രിയുടെ ചാപ്പലിൽ ആ ഒരു ശില്പമുണ്ട്. ഇങ്ങനെ കയ്യില്ലാത്ത യേശുവിൻ്റെ ശില്പം. അതിന് താഴെയായിട്ട് ആ രണ്ട് പിന്നീട് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടേതല്ലാതെ വേറെ കരങ്ങളില്ല. നമ്മുടേതല്ലാതെ വേറെ കരങ്ങളില്ലെന്ന തിരിച്ചറിവാണ് യുവർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓരോ കാര്യങ്ങൾക്കകത്തും എൻ്റെ കൈയാണ് അവൻ്റെ മീഡിയം തിരിച്ചറിയുമ്പോഴാണ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി മിനിസ്ട്രിയാണ്. മിനിസ്ട്രി എന്ന് പറയണത് ഇങ്ങനെ ഞങ്ങൾ അച്ഛന്മാർക്ക് മാത്രമാണെന്നൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അവിടെ വെച്ചാണ് ഈ റെസ്പോൺസിബിലിറ്റിക്ക് മിനിസ്ട്രിയുടെ മാനം കിട്ടുന്നത്. എന്താണത്? യു ബിക്കം ഹിസ് മീഡിയം. ചേർത്ത് പിടിക്കാനും അണച്ചു പിടിക്കാനും മാപ്പ് കൊടുക്കാനും എൻ്റെ കയ്യില്ലാതെ വേറൊരു കാര്യമില്ലെന്ന് തിരിച്ചറിയുക. അതിങ്ങനെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ചെറിയ കാര്യത്തിൽ വിശ്വസിക്കുക. മീനൊക്കെ ഇങ്ങനെ തിരയടിക്കുമ്പോൾ അടിച്ച് കയറുന്ന ഒരു രീതിയുണ്ട് കടപ്പുറത്തെ. തിര വലിയുമ്പോഴേക്ക് ഈ ചെറിയ മീനുകൾ മണലിൽ കുരുങ്ങും. അപ്പോൾ ഒരു കുട്ടി എടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ കടലിലോട്ട്. ഒരു കാരണവർ തിരിച്ചുകൊണ്ട് പറയാണ്, എന്തുമാത്രം വലിയ കടൽ, എത്ര തിര, എന്തുമാത്രം മീൻ. ഇതൊക്കെ ഒരുങ്ങുമ്പോൾ നീ കൊണ്ട് ഒരു പൊടിമീനെ കൊണ്ടേ കളഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം, വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ട് എന്താ കാര്യം? ഈ കുട്ടി പറഞ്ഞ കണക്കാണ്, വല്യപ്പച്ച നമുക്കതൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല, പക്ഷെ ജീവൻ തിരികെ കിട്ടിയ മത്സ്യത്തിന് അത് വലിയ മാറ്റമാണ്. അത്ര ഓർത്തോ. നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞ് ഇടപെടലുകൾ കൊണ്ടും ഇത്രയും ഗ്ലോബലായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ ആരോ ഒരാൾക്ക് അത് മുമ്പോട്ട് പോകാനുള്ള പ്രേരണയായിട്ട് മാറുന്നുണ്ട്. മൈത്രിയുടെ സുവിശേഷം ഒരിടത്ത് യേശു ആരും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. അത് രണ്ട് ഇൻസിഡൻസ് പറയുന്ന അവൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി എടുത്താൽ നല്ലതാണ്. സാബത്ത് ദിവസം കതിർമണികൾ മോഷ്ടിച്ചു. സാബത്ത് ലംഘിച്ചു എന്നുള്ളതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോലും അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത് സാബത്തുമായി ബന്ധപ്പെട്ടതല്ല, മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട. ശരിക്കും ഇങ്ങനെ കതിർമണികളൊക്കെ കുറിച്ചെടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അവരങ്ങനെ പരിഗണിച്ചിട്ടില്ല. അപ്പോഴാണ് ചോദിക്കണത്, എന്താ നിന്റെ ശിഷ്യന്മാരിങ്ങനെയൊക്കെ ചെയ്യണം? സാബത്തിൽ അരുതാത്ത കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളാണ് ഒരു അധ്യാപകനെങ്കിൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ഒരു ഗ്രാമത്തിലൂടെ ഗ്രാമം കാണിക്കാനായിട്ട് പോകുന്നിടക്കാണ് ഈ സംഭവം നടന്നിരുന്നെങ്കിൽ ഗ്രാമീണർ വന്നിട്ട് നിങ്ങളോട് കലയിച്ച് നിങ്ങൾ എന്നാ പറയും? ഇതേ നിങ്ങളായിട്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. പക്ഷെ യേശു അങ്ങനല്ല. യേശു പറഞ്ഞു, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എനിക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നേ, ദാവീദ്. വിശന്നാ പിന്നെ ചങ്ങാതി കണ്ണ് കാണത്തില്ല. അങ്ങനെ വിശന്നപ്പോ ഈ പള്ളിയിലോട്ടൊക്കെ കയറി ചെന്നിട്ട് അച്ഛന്മാർ കഴിക്കുന്ന അപ്പമൊക്കെ ഉണ്ട്, അതെടുത്ത് കഴിച്ച് കൂട്ടുകാരെ വിളിച്ച് കൊടുക്കുകയും ചെയ്തു. അതുമായിട്ട് നോക്കുമ്പോൾ ഇത് ചീട് കേസാട്ടാ. പറയണ എന്തെങ്കിലും കാര്യം നല്ലതാണ്. അപ്പൂപ്പൻ മോട്ടിച്ച് സാക്രിലേജ് ചെയ്ത്. പിന്നെ ഈ കഥയൊക്കെ എവിടുന്ന് പെറുക്കെടുത്തോണ്ട് വരുന്ന കാരണം എന്താണ്? ഇപ്പൊ പിള്ളേരെ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ ഈ പഴയ കഥ പറഞ്ഞേ പറ്റൂ. കാരണം അങ്ങേരെ മാത്രം കണ്ടിറങ്ങിയ പിള്ളേരാ. അങ്ങേരെ കൂടി ഡിസോൺ ചെയ്താൽ പിന്നെ അവർക്ക് ആരുമില്ല. എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ തല കൊലിക്കണം തോന്നിക്കഴിയുമ്പോൾ ചേർത്ത് പിടിക്കും. അതിങ്ങനെ അവസാനം വരെ സൂക്ഷിച്ച ടെമ്പറമെന്റ്. ഇങ്ങനെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള അത്താഴോ ഒരു സ്ത്രീ വന്നിട്ട് കൽഭരണി ഉടച്ച് അഭിഷേകം ചെയ്യുക. എല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂഡസ് പറഞ്ഞു, ഇത് 300 ദിനാറൊക്കെയുള്ള സംഭവം ഉണ്ട് കേട്ടോ. 300 ദിനാറ എത്ര വലിയ തുകയാണെന്ന് അറിയണമെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 വരെ പോറ്റി കഥ എടുക്കണം.
അവിടെ ഫിലിപ്പോസ് പറയാണ് 200 ധനാരം ഉണ്ടായിരുന്നെങ്കിൽ മതിയായത്. അപ്പൊ പുരുഷാരങ്ങൾ ഊട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശാണ് സെന്റ് ഒപ്പിക്കാത്ത കൊണ്ട് പൊട്ടിച്ചളഞ്ഞുകൊണ്ടിരിക്കണം. ദൂർത്ത ജൂഡസ് പറഞ്ഞത് യേശുവിന്റെ മനസ്സ് തന്നെ. എന്താണത്? ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ? പക്ഷെ യേശുവിനറിയാം, ഒരു പൊതു ഇടത്തിൽ വെച്ച് ഈ ഡിസ്കഷൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവളുടെ ആത്മാഭിമാനത്തിന് പരിക്കുണ്ടാകും. വിശേഷിച്ചും അവളുടെ സാഹചര്യങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് എപ്പോഴും തർക്കമുണ്ട്. ഓക്കെ, എവിടെ നിന്ന് കിട്ടി പണം? ഇതിലോട്ടൊക്കെയാണ് അടുത്ത ചോദ്യം പോകാൻ പോകണം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ഡിസ്കഷൻ അവസാനിപ്പിച്ചു. പാവങ്ങൾ എപ്പോഴും നിങ്ങളോടുണ്ടായിരിക്കും, ഞാനുണ്ടാവത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ മരിച്ചതിന് ശേഷം ചെയ്യേണ്ട എന്താ കാര്യം? അതിനു മുമ്പ് അവള് ചെയ്യുന്ന ഓർത്താൻ മതി. ഇതേതെങ്കിലും തരത്തിൽ യേശുവിൻ്റെ ഒരു ടെക്സ്റ്ററുമായിട്ട് ബന്ധമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിട്ടും തൻ്റെ ആ ഒരു പബ്ലിക് ഇമേജിന് ഇടിവ് കൊടുത്തുകൊണ്ട് യേശു പറയാൻ കാരണം എന്താണ്? ഇപ്പം ആ കൊച്ചിനെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. മനുഷ്യര് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ ചേർത്ത് പിടിക്കുക. കുറച്ചധികം പേരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ 2 വീടുകളിലൊക്കെ ഭാഗമായിരിക്കാം നിങ്ങൾ. അതിനിടയിലൊക്കെ ഉണ്ടാകുന്ന കുറേ തർക്കങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ആകപ്പാട് ഉത്തരവാദിത്വം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൈക്ക് പിടിച്ച് അയാളെ സംരക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവളെ വലിയ നീതിയും പുണ്യമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നീതിക്കും പുണ്യത്തിനൊക്കെ കാത്തിരിക്കാൻ പറ്റും, പക്ഷെ സ്നേഹത്തിന് കാത്തിരിക്കാൻ പറ്റത്തില്ല. മാപ്പ്, മൈത്രി. മാപ്പ്, മോക്ഷം, മൈത്രി. ഈ 3 കാര്യങ്ങളാണ് യേശു നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ബാക്കിയുള്ള 4 കാര്യങ്ങൾ യേശുവിനെ ഞാൻ സോളിലോക്കിയ ആത്മകഥ. അതൊന്ന് വെറുതെ ഒന്ന് വേഗത്തിൽ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. 4-മത്തെ എന്താണ്? കരച്ചില. ഏലേൽ ലാമ സബക്താനി. എന്തിനെന്നെ കൈവിട്ടു? കരച്ചിലിനൊക്കെ ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഉണ്ട് കേട്ടോ. അത്രയൊന്നും വെറുതെ തലയെ കയറ്റി വെറുതെ ചെറിയ തലയെ പൊട്ടിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വെറുതെ പുള്ളി കരഞ്ഞെന്ന് മാത്രം ഓർത്തേക്കാം. He dared to cry. He dared to cry. ആണുങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിൽ വളർത്തിയെടുക്കുന്നത് കരയിലെന്നും പറഞ്ഞോണ്ടാണ്. കരഞ്ഞാൽ ഉടനെ പറയും നീ പെങ്കൊച്ചാ. അങ്ങനെ പേടിച്ച് 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 പെങ്കൊച്ചാതിരിക്കാൻ വേണ്ടി എന്ത് ദുരന്തം സംഭവിച്ചാലും നമ്മൾ കരയത്തില്ല. ഇങ്ങനെയൊക്കെ ലോകത്തെ ഏറ്റവും നല്ല പുരുഷൻ കരഞ്ഞെന്ന് മാത്രം അത് ഓർത്താൽ മതി. He dared to cry. അതുകൊണ്ട് യേശു പറഞ്ഞത് ഈ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമാശ്വാസം ഉണ്ടാകും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഈ വിലപിച്ച കാര്യങ്ങളുടെ പരിഹാരം കിട്ടുന്നതിനാണ് സമാശ്വാസം. എന്നല്ല, വിലാപം തന്നെയാണ് സമാശ്വാസം. കരച്ചിലാണ് ലോകത്തെ ഏറ്റവും വലിയ കത്താർസിസ്. ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കത്താർസിസ് ഇങ്ങനെ വല്ലാത്ത ഇമോഷണൽ ആയിട്ടുള്ള സ്വസ്ഥത കൊടുക്കുന്ന വാക്കിൽ വിളിക്കുന്ന വാക്കാണ് കത്താർസിസ്. ഗ്രീക്ക് പാരമ്പര്യത്തിനൊക്കെ വരുന്ന വാക്കാണ്. 4. 5-മതായിട്ട് ഓൾറെഡി ഇന്നലെ നമ്മൾ കണ്ടൊരു വാക്ക്, എനിക്ക് ദാഹിക്കുന്നു. ഐ നീഡ് യുവർ പ്രസൻസ് ബാക്ക്. അതാണ് എൻ്റെ അർത്ഥം. ഐ നീഡ് യുവർ പ്രസൻസ് ബാക്ക്. ഓൾറെഡി നമ്മളത് ഇന്നലെ ഈ നദിയുമായി ബന്ധപ്പെട്ട് കണ്ടു. 6-മതായിട്ട് എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയായെന്ന് പറയണത്? 33 വയസ്സുള്ള ഒരു മനുഷ്യൻ നിലവിളിച്ച് മരിച്ചപ്പോൾ എന്ത് പൂർത്തിയായെന്നാണ് പറയണത്. ഇപ്പം എന്താണ് പൂർത്തിയായെന്ന് കൂടി എന്ന് വെറുതെ ഓർത്താൻ നല്ലതാണ്. എന്ത് സ്നേഹപൂർവ്വമാകുന്നതിന് വേദപുസ്തകം വിളിക്കുന്ന വാക്കാണ് എന്ത്? പൂർത്തിയാവുക. സാബത്ത് ലംഘിക്കുമ്പോൾ പറയും ഞാൻ സാബത്ത് ലംഘിക്കുകയല്ല, സാബത്തിനെ പൂർത്തീകരിക്കുക. എൻ്റെ അർത്ഥം എന്താണ്? സാബത്തിന് നഷ്ടമായ സ്നേഹത്തെ ഞാൻ തിരികെ പിടിച്ചു. അല്ലെങ്കിൽ വേറൊരിടത്ത് പറയും നിങ്ങൾ എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാവുക. എൻ്റെ അർത്ഥം എന്താണ്? പിതാവിനെ കണക്ക് സ്നേഹിക്കുക. അപ്പൊ സ്നേഹപൂർണിമയാണ് വേദപുസ്തകത്തിലെ പൂർണിമ. മരണ നേരത്ത് തിരിഞ്ഞു നോക്കിക്കൊണ്ടത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. എല്ലാം സ്നേഹപൂർവ്വമായത്. ഇതിനാണ് സുഖമരണം എന്ന് പറയുന്നത്. മരണം അത്ര എളുപ്പമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഭാരതമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനായാസിന മൃത്യു, ആയാസമില്ലാത്ത മരണം തരണമേ. ഭാരതത്തിന്റെ പ്രാർത്ഥന വന്നത് എളുപ്പമൊന്നുമല്ല, കടന്നുപോലെ അത്ര എളുപ്പമല്ല.
അച്ഛൻ പറഞ്ഞ രാമേന്ദ്രൻ്റെ കവിതക്കഥയൊക്കെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു തോലിട്ട് പോകുന്ന കണക്കൊന്നും എളുപ്പമല്ല ജീവിതം. ഇത് എളുപ്പമാവും എപ്പോഴാണാവും ഇങ്ങനെ എല്ലാം സ്നേഹത്തിലായിരുന്നത് തോന്നലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഈ പറഞ്ഞ കണക്ക് അവശേഷിപ്പിച്ച അടയിടുന്നതിൻ്റെ ചൂടും അത്രയൊക്കെ ഓർത്തുകൊണ്ടൊക്കെ ഓരോരുത്തർക്കും മടങ്ങിപ്പോകാൻ പറ്റും. ലളിതമെന്ന് പറയാനാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഏറ്റവും ബുദ്ധിമുട്ടല്ല ലളിതം. എല്ലാം ഇങ്ങനെ സ്നേഹത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടണം. എല്ലാം പൂർത്തിയായി. അവസാനമായിട്ട് അച്ഛ ഇവന്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളണമേ, അച്ഛ ഇവന്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളണമേ. നമുക്ക് ഈ ഒരു 4 കാര്യങ്ങൾ കാര്യമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 3 കാര്യങ്ങൾ മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാനായിട്ട് ആ വാക്കിൽ ഓർമ്മിച്ച് നമുക്ക് അവസാനിപ്പിക്കാനേ ഉള്ളൂ. അച്ഛ 12-ാം വയസ്സിൽ തൊട്ട് പറയാൻ തുടങ്ങിയ വാക്കാത് അച്ഛൻ. നമുക്കൊരു കുഞ്ഞു പ്രശ്നം പറ്റി നമ്മൾ ഈ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ നമ്മളതിനകത്ത് യേശു പറഞ്ഞ അപ്പ എന്ന് പറഞ്ഞ വാക്കിന് പകരമായിട്ട് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പിതാവെന്നല്ലേ? സത്യവസ്തുത്തിൽ അങ്ങനെ തന്നെ അല്ലേ? എല്ലാ ട്രാൻസ്ലേഷനകത്തും അങ്ങനെ തന്നെ പിതാവ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ അയാളുടെ അപ്പായെ, അച്ഛനെ, അച്ചായനെ എന്തെങ്കിലും പിതാവെന്ന് വിളിച്ചിട്ടുണ്ടോ? അത് ടെക്നിക്കലായൊരു വേർഡാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം നമുക്ക് ഇൻറ്റിമേറ്റ് ആകാത്തത്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഒരു പെൻസിൽ എടുത്തുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണോ ഈ പിതാവെന്ന് എഴുതി കിടക്കുന്നത്, 11 അതിങ്ങനെ പതുക്കെ ഒന്ന് വെട്ടി സൈഡിൽ ഇങ്ങനെ അച്ഛന്ന, അപ്പന്ന, അച്ചായെന്നൊക്കെ ആക്കുക. നിങ്ങൾ വിളിച്ചെന്തോ ആ വാക്ക്. അങ്ങനെ 10 പിതാവിനെ വെട്ടിത്തിരുത്തി കഴിയുമ്പോൾ നിങ്ങളും പഴയതല്ല, വേദപുസ്തകം പഴയതല്ല. അച്ഛ എന്തൊരു വാക്കാണ്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെ നല്ല അപ്പായുടെയൊക്കെ ഓർമ്മകൾ ഉണ്ടാവും. ദൈവത്തിലൊക്കെ ഇത്തിരി ഒരു വിഷമം തട്ടുമ്പോൾ ആലോചിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ, ദൈവം അപ്പയാ. ഇത്രയാൾ ഭൂമിയോട് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം അവസാനമായിട്ട് ദൈവത്തൊക്കെ ദൈവം എന്ന് വിളിച്ചത് കുരിശേ കിടന്നുണ്ടാട്ടാ. ഏലില്ലാമ ശബക്ത. ആദ്യം അവസാനം മുമ്പ് വിളിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോളൂ, എവിടെയാണോ നോക്കുള്ളൂ. ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലേ മനുഷ്യൻ? അച്ഛ അച്ഛ നിങ്ങളെല്ലാം കേൾക്കണം. അച്ഛ ചോദിക്കുന്ന കാരണം നിങ്ങളെല്ലാം തരണം. അച്ഛ നിന്റെ നാമം പൂജിതമാവട്ടെ. ഇത്ര വ്യത്യാസം വാക്ക്. ഇടയ്ക്ക് കയറി ദൈവം എന്ന് വിളിച്ചു. അപ്പം എന്താ കാര്യം? ആ ഇൻറ്റിമസി പോയി അല്ലേ? എന്തിനെന്നെ കൈവിട്ടു. അപ്പം മാത്രമേ വിളിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവുമായിട്ട് പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഇല്ലാത്തൊരു വിളിക്കേണ്ട വാക്കാണ് എന്താ? ദൈവം. എന്തെങ്കിലും അടുപ്പമുള്ളവർ ഒഴിവാക്കേണ്ട വാക്കുമാണ് എന്താ? പെട്ടെന്ന് തന്നെ തിരുത്തിയിട്ടാ മരിക്കണം കേട്ടോ. ഉടനെ തന്നെ തിരുത്തി എന്താണ്? അച്ഛ എൻ്റെ പ്രാണനെ സ്വീകരിച്ചു. എൻ്റെ അപ്പൻ സ്കൂൾ മാഷാണ്, അച്ഛനെ ഞാൻ വിളിക്കണത്. ഒരു ദിവസം ഞാൻ പുള്ളി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ജോസഫ് സാറിന് സുഖമൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എന്ത് ബോറ് പരിപാടി ആയിരിക്കില്ല. അത്രയും വിഷമം ദൈവം അനുഭവിച്ചിട്ടുണ്ട്. ഫങ്ഷണലായ സംഭവമാണ്. ഈ ഫങ്ഷണലായ സംഭവം അല്ല ദൈവം, അച്ഛ. അതുകൊണ്ട് അതൊക്കെ ആ വാക്കിന് തിരികെ പിടിച്ചാൽ നല്ലതാണ് അച്ഛ. നമ്മുടെ ചെറിയ മക്കള് ഇതിലോട്ടൊക്കെ പ്രകാശം കിട്ടി വരുന്നുള്ള ആ സന്തോഷം. എനിക്കിങ്ങനെ അങ്കമാലിക്കടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഈ തിത്തോടെന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊരു കൂട്ടുകാരനുണ്ട്, ഷാൻഡോ എന്നാ പേര്. ഒരു ചെറിയ പെട്ടിയോട്ടമൊക്കെ ഉണ്ട്. അവസ്ഥ ചെല്ലുമ്പോൾ ഷാൻഡോ ആണ് ഇങ്ങനെ ഒരിടത്തൊക്കെ കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഷാൻഡോ ഈ പുതിയൊരു തരം കുറച്ചൊരു അടച്ചുപൂട്ടിയൊരു ഓട്ടോ ടാക്സി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊക്കെ വാങ്ങി ഇങ്ങനെ ആഘോഷമായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഷാൻഡോ കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെട്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഷാൻഡോ പറഞ്ഞു, ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ എത്ര കാലമായി അപ്പ പഴയ വണ്ടിയൊക്കെ ആയിട്ട് ഓടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പം പറഞ്ഞ്, നീ പുതിയൊരെണ്ണം നോക്കാം അപ്പ. അപ്പം പിന്നെയും ചോദിച്ച്, ഷാൻഡോ വണ്ടിയൊക്കെ എടുത്ത CC വല്ലതും നടക്കുവാടാ? നടക്കട്ടെ അപ്പ, നോക്കട്ടെ. ഇതൊന്നും അവൻ പറയണത് ഇവൻ്റെ വീട്ടിലിരിക്കുന്ന അപ്പനെ കുറിച്ചല്ല, മോളിരിക്കുന്ന അപ്പനെ കുറിച്ചാണ്. ഷാൻഡോയെ
സീസി വല്ലതും നടക്കുവാടാ, നോക്കട്ടെ. ആ വാക്കിന്റെ താക്കോൽ കിട്ടിയ മക്കളാ അച്ഛൻ. ഇതൊക്കെ അവസാനിക്കുമ്പോൾ ആ ഒരു വാക്കിന്റെ താക്കോൽ തരാനായിട്ട് നമ്മുടെ ജ്യേഷ്ഠനോട് പറയുക, മരപ്പണിക്കാരനോട് പറയുക, ആ വാക്കിന്റെ താക്കോൽ അച്ഛൻ. അപ്പോഴാണ് നമുക്കിങ്ങനെ ലോകത്തോട് ഉത്തരവാദിത്വം അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തിനാ അനുഭവപ്പെടുന്നത്? ഇയാൾ അച്ഛനായെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അടുത്തിരിക്കുന്ന ആള് എൻ്റെ ഉടപ്പിറന്നവനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതർവൈസ് എന്തിനാ ഉത്തരവാദിത്വം? എന്തിനാ ഉത്തരവാദിത്വം? ഈ കളി മുഴുവൻ നടക്കുന്ന ഈ ഒറ്റ സംഭവത്തിനകത്താണ്. ബിക്കോസ് ഇറ്റ് മൈ ഫാദർ. പിന്നെ എല്ലാം ഉടപ്പിറന്നവരാ എല്ലാവരും. അവിടേക്ക് എത്തുക. അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ഒരു സർവീസിന് മാത്രം കരുതിയാൽ മതി. ഞാൻ അല്പം പോലും യേശു പറഞ്ഞ മാനങ്ങളായിട്ടൊരു ബന്ധമില്ല. നല്ല അച്ഛന്മാരുടെ കഥകൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു നല്ല അച്ഛൻ്റെ കഥ പറഞ്ഞിട്ട് അതൊക്കെ വൈൻഡ് ചെയ്യാം. എനിക്ക് തൃശ്ശൂരിൽ ഒരു ഡോക്ടറായിട്ട് അടുപ്പമുണ്ട്, ഡോക്ടർ അജയൻ. എമ്പതിയൊക്കെ ഉള്ളൊരു നല്ല മനുഷ്യനാണ്. ടെർമിനൽ ഇല്ലായിട്ടുള്ള രോഗികളുടെ വാർഡിൻ്റെ ചാർജായിരുന്നു അജയൻ. ചികിത്സ നടക്കില്ല, പരിചരണം മാത്രമേ സാധ്യമാവൂ. 13 വയസ്സുള്ള രഞ്ജിത്ത് എന്നും പറഞ്ഞൊരു കുട്ടിയായിട്ട് ഇങ്ങനെ ഒരു അപ്പം വന്നു. രഞ്ജിത്ത് എന്ന് പറഞ്ഞ കുട്ടിയായിട്ട്, അച്ഛൻ്റെ പേര് രാമൻകുട്ടി എന്നാണ്, പാലക്കാട്ടുകാരനാണ്. രഞ്ജിത്തിന് ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ. എത്ര ഇങ്ങനെ കടുത്ത ഉറക്കഗുളി കൊടുത്തിട്ട് ഈ കുട്ടി ഉറങ്ങണില്ല. അപ്പം ഇങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ രാമൻകുട്ടി കാണുന്നുണ്ട്. രാമൻകുട്ടി ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ എൻ്റെ കുട്ടിക്ക് എത്ര ഉറക്കഗുളി കൊടുത്താൽ എൻ്റെ കുട്ടി ഉറങ്ങില്ല. എന്താ കാര്യം? അവന് വയ്യാതെയായ നാൾ തൊട്ട് അവന് ഞാൻ എൻ്റെ ചങ്കിലിട്ട് ഉറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പൊന്നു ഡോക്ടറൊന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് 2 കൊട്ടുകൊട്ടി ഇത് ഇപ്പോൾ ഉറക്കി കാണിച്ചു തരാം. അപ്പോൾ അജയൻ പറഞ്ഞു, ശരിയാവത്തില്ല രാമൻകുട്ടി, അത് നിങ്ങൾക്കും നല്ലതല്ല, കുട്ടിക്കും നല്ലതല്ല, വേറെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ, അവർക്കും നല്ലതല്ല. കാര്യം പറഞ്ഞെന്നാൽ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല രാമൻകുട്ടിക്ക്. രാമൻകുട്ടി പറഞ്ഞു, ശരി, എന്നാൽ വേറൊരു കാര്യം ചെയ്യാവോ ഡോക്ടറെ? എന്താണാവോ? അവൻ കിടക്കുന്ന കട്ടിലില്ലേ, ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തിയില്ലേ, ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ശരി, പറയാം. വെളുപ്പിനെ 3 മണിക്ക് ഷിഫ്റ്റ് മാറിയോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അജയൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു, അപ്പോഴും നിൽപ്പുണ്ട് രാമൻകുട്ടി എന്ന കൂലിപ്പണിക്കാരനായൊരു മനുഷ്യൻ തൻ്റെ നെഞ്ചും കൂട് ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫോൺ വെക്കുക. വെച്ചു. ഇതിനേക്കാളൊക്കെ അപ്പുറം എങ്ങനെ കേൾക്കുക? ദിസ് എക്സാക്ട്ലി എ ഫാദർ ഈസ്. ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുക. ലോകത്ത് ഒരു മകനോ മകളോ ഇന്നോളം അച്ഛനെ കണ്ടിട്ടില്ല. അവർക്ക് നന്നായിട്ട് അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനകത്ത് ഇങ്ങനെ അമ്മയ്ക്ക് വിഷമം വരുമോ? കാരണം അച്ഛനിങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ആളാണ്. ഒരു മകളുടെ ഏറ്റവും ഭേദപ്പെട്ട ഇടത്തിൽ കെട്ടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മക്കളെ ഏറ്റവും നല്ലിടങ്ങളിൽ ജോലിക്ക് എത്തിക്കാനൊന്നും പറ്റാത്ത നിസ്സഹാരായ പാവ അച്ഛന്മാരാണ് എല്ലാവരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് അവരുടെ എന്ത് ഫെയ്റ്റിലും ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുക. അത്രയും പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് നല്ല മകനായ യേശു പോലും തന്നെ അപ്പനെ കണ്ടിട്ടില്ല. രാമൻകുട്ടിയുടെ കഥ കേട്ടതിന് ശേഷം എൻ്റെ ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. എന്തിനെന്നെ കൈവിട്ടുന്നൊക്കെ യേശു കരഞ്ഞപ്പോൾ എവിടെയായിരുന്നു യേശുവിൻ്റെ അപ്പ? പുറകിൽ. അപ്പൻ്റെ കരച്ചിൽ മാത്രം നമ്മൾ കേട്ടിട്ടില്ല, മകൻ്റെ കരച്ചിൽ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പനൊരു കരച്ചിലുണ്ടായിരുന്നെങ്കിൽ മനുഷ്യട്ടോ എന്തായിരിക്കും ആ കരച്ചിൽ? എൻ്റെ മകനെ, എൻ്റെ മകനെ, എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്?
എൻ്റെ മകനെ എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്? God so loved the world that he gave his only son. ക്ലാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങളെയും മറ്റേ തട്ടിൽ മകനെയും കൂടി വെച്ചിട്ട് നിങ്ങളുടെ തട്ടിങ്ങനെ താണ് കിടന്നു. വലിയ വില കിട്ടിയ ജീവിതം എൻ്റേത്. എന്നിട്ട് ആ വലിയ വിലയ്ക്ക് കുലീനമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മൂല്യമുണ്ടെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടോ? പഴയ കഥ, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം അത് നിങ്ങൾക്ക് പിടുത്തം കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതം പഴയതല്ല. അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് അവൻ തൻ്റെ ഏക മകനെ നമുക്ക് നൽകി. അപ്പം ആ സ്നേഹം കടന്ന് നിലവിളിക്കുന്നതാണ് ശരിയായ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെ വാക്കില്ലേ? അല്ലാതെ ഇപ്പോൾ ദശാംശം കൊടുക്കാമെന്ന് ഓർത്താലും ആരെങ്കിലും നിന്ന് സഹായിച്ചേക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വലിയൊരു ടിപ്പ് കൊടുത്ത് അവന് ഞെട്ടിക്കാന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാലൊന്നും കാര്യമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു. അപ്പോഴാണ് ഈ ചെയ്യണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ വാക്ക് എന്തായിട്ട് മാറും? മിനിസ്ട്രി ആകും. നമുക്ക് ഈ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തിരുത്താൻ പറ്റും. എന്താണത്? അവർ ജനറേഷൻ ആൻഡ് അവർ മിനിസ്ട്രി. വലിയ സ്നേഹധാരയിലേക്ക് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാം. ശേഷം അച്ഛൻ എന്നുള്ള ആ വാക്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ഇത്തിരി നമുക്ക് നേരെ ഇരുന്ന ഇത് നമ്മുടെ പതിവ് പ്രാർത്ഥന രീതിയിൽ ഇത്തിരി ഒന്ന് മാറി. പക്ഷെ ട്രൈ ടു സിറ്റ് സ്ട്രെയിറ്റ്. നാട്ടിൽ നേരെ പിടിക്കുന്നതിൻ്റെ വ്യത്യാസം എപ്പോഴും നല്ല. ഇതൊന്ന് കണ്ടുകൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് പ്രാർത്ഥിക്കുക. ഒരൊറ്റ കാര്യം മാത്രം ഈ ദിവസം ഇപ്പം മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ജീവിച്ചിരിക്കുകയോ മരിച്ചുപോയോ ചെയ്ത അച്ഛനെ കൊണ്ടുവരിക മനസ്സിലേക്ക്. ദൈവമൊന്നുമല്ല, സ്വന്തം അപ്പയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ അപ്പൻ്റെ കോൺടെക്സ്റ്റിലിരുന്ന് നമുക്കിതിനൊക്കെ കാണാം.
ഇങ്ങനെയാണ് മേൽപ്പരപ്പിലെത്തുന്നത്. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്നു പറയരുതേ. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്നു പറയരുതേ. അഗാധങ്ങളിൽ അതിപ്പോഴും ഒഴുകുന്നു. ആരോ ചിലർ പതിവായതിൽ നിന്നും കുളിച്ചു കയറുന്നില്ലേ. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്നു പറയരുതേ. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്നു പറയരുതേ. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്നു പറയരുതേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ വരിയൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. മണലാണെന്ന് പറയരുത്. മറിയമാണ് പുതിയ നിയമത്തിലെ നിർമ്മല ജലം. ഓക്കെ, അവളുടെ മേൽ സ്വയം മണലാണെന്ന് പറയാതിരിക്കുക. ഉള്ളിൽ ഇപ്പോഴും നദി ഒഴുകുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വരേണ്ടത് കണക്ക് അനുഭവപ്പെട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ഉള്ളിലെ നദിയെ വീണ്ടെടുക്കാൻ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ലോകത്തിലേക്ക് ഒഴുകട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ലോകത്തിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ നാമം ഞങ്ങളുടെ പൂജിതമാവട്ടെ. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം പൂജിതമാവട്ടെ. ഭൂമിക്ക് മാപ്പ് കൊടുക്കുന്നവരും ഭൂമിയുടെ മിത്രബോധത്തെ ഉണർത്തുന്നവരും ഭൂമിയെ മോക്ഷം കാട്ടുന്നവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ പരാവർത്തനം ചെയ്യപ്പെടട്ടെ. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലല്ല. ഒന്ന് അടുത്തിരിക്കുന്നവരിലേക്കൊന്ന് കൈനീട്ടി വശങ്ങളിരിക്കുന്നവരെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു മാത്രം ഓർമ്മിക്കുക. ഇരുവശങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിക്കാം. രണ്ട് വശങ്ങളിലുള്ള കരങ്ങൾ ചേർത്ത് പിടിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്കൊന്ന് കരങ്ങൾക്ക് അടുത്തിരിപ്പുണ്ടെന്നവർക്ക് ചേർന്നിരിക്കാം. കരങ്ങൾക്ക് ഒറ്റയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി അടുത്തിരുന്നാൽ നല്ല. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേരറിയില്ലെങ്കിൽ ഒന്ന് പേര് ചോദിച്ചോളൂ. ഒരു മിനിമം. യേശു ആകർഷിച്ച ഒരാൾ, അത്രയും ഓർത്താൽ മതി. ഒരു വീക്കെൻഡിൽ കുറച്ച് വിശ്രമിക്കാവുന്ന ദിവസം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരണമെങ്കിൽ അത് നമ്മുടെ ഒരു കാര്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് യേശു ആകർഷിച്ച ഒരാൾ. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് എൻ്റെ ക്വാളിറ്റി. യേശുവിനാൽ ആകർഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവിടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അയാൾ സഞ്ചരിച്ച മുഴുവൻ ദൂരത്തെ ഓർമ്മിക്കാം. കടന്നുപോയ സങ്കടങ്ങൾ, അനുഭവിച്ച അപമാനങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. യേശുവിനെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന സാക്ഷ്യം അതാണ്. എച്ചെ ഹോമോ, ഇതാ മനുഷ്യൻ. ഒരു മനുഷ്യനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. വേറൊന്നുമല്ല, വെറുതെ ഒരു മനുഷ്യൻ. സഹിച്ച, ഇടറിപ്പോയ, സ്നേഹിച്ച ഒക്കെ ഒരു മനുഷ്യൻ. ഇഷ്ടമുള്ള പ്രാർത്ഥന ഒന്നും അവർക്ക് വേണ്ടി ലഭിച്ചുമില്ല. കൈകോർത്ത് തന്നെ കർത്താവായ ഈശോയെ, പകൽ മേഘമായി രാത്രി അഗ്നിയായി അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. പകൽ മേഘമായി രാത്രി അഗ്നിയായി അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. ആമേൻ.
ലോകത്തെ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് നമ്മുടെ ദേശത്തു നിന്നാണ് നമസ്തേ. എന്താ വാക്കിൻ്റെ അർത്ഥം? എൻ്റെ ഉള്ളിലെ ദൈവാംശം നിൻ്റെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിലേക്ക് ഒന്ന് ഉറ്റുനോക്കി നമസ്തേ പറയാം. കണ്ണിൽ നോക്കിയാൽ പോലീസ് പിടിക്കുമോ? കണ്ണിലൊക്കെ നോക്കിയിട്ട് നമസ്തേ പറയാം. ഇപ്പൊ ഇത് പറഞ്ഞത് കൊണ്ടാണ് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ വെറുതെ ഒരു ചലഞ്ച് തരികയാണ്. നിങ്ങൾ വളരെ ജെനുവിനായിട്ട് ഒരാളുടെ കണ്ണിൽ നോക്കുക, അല്ലെങ്കിൽ ഏത് ദേശക്കാരനായിക്കോട്ടെ. ഇത്രയും നല്ല ജസ്റ്റർ വേറെ ഇല്ല. ഞങ്ങൾക്ക് പറയണ മനസ്സിലായില്ലെങ്കിൽ പോലും ഉറപ്പാണ് നിങ്ങൾ അയാളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ കണ്ണ് നിറയും. അങ്ങനെ ആരെങ്കിലും നോക്കിയിട്ട് ഒരു നമസ്തേ പറഞ്ഞിട്ട് അയാളുടെ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ മോനിച്ചിൻ്റെ കയ്യിൽ അഡ്രസ്സ് കൊടുത്തിട്ട് പോകാം, 500 രൂപ അയച്ചു തരാം. സോ നമസ്തേ. എനിക്കൊന്ന് ഓപ്പൺ സെഷന് മുമ്പായിട്ട് ചെയ്യാൻ കുഞ്ഞു കാര്യമുണ്ട്. ഒരു 5 പേരെടുത്ത് ഒരു നമസ്തേ പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഒരു കസേരകൾ കളിച്ചിട്ട് വന്നിരിക്കാം. ഉറക്കം മാറി കിട്ടും. താങ്ക് യു. ഒന്ന് എണീറ്റിട്ട് 5 പേരെടുത്ത് ഒരു നമസ്തേ പറയാം.